സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നാം ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപ് 2020 വാസ്തു എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരികമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ശരിയായിട്ടുള്ള പക്ഷത്തെ ശരിയാവണ്ണം ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തോടോ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തോടോ ഏതെങ്കിലും നിലയിലുള്ള വിധേയത്വമില്ലാതെ യഥാർത്ഥത്തിൽ സമാജത്തിൻ്റെ ശബ്ദമായിക്കൊണ്ട് തന്നെ ആ പക്ഷത്തെ എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വാസ്തവം എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോം ആരംഭിക്കുന്നത്. ഇന്ന് ഓൺലൈനിൽ നിന്ന് ആ പ്ലാറ്റ്ഫോം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ കുറേ കാലമായി വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലുള്ള ചർച്ചയെ അതിൻ്റെ 2 പക്ഷത്ത് നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ആളുകളെ തന്നെ അണിനിരത്തിക്കൊണ്ട് ഒരു പൊതു സംവാദമായിട്ട്, ഒരു സംവാദത്തിൻ്റെ സംസ്കാരത്തെ പുനർനിർമ്മിക്കുക എന്ന് പറയുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. വാദേ ജായതേ തത്വബോധ എന്നാണ്. വാദിച്ചിട്ടാണ് യഥാർത്ഥത്തിലുള്ള തത്വബോധത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. സംവാദം നമ്മുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള ലക്ഷണമാണ്. ഹിന്ദുധർമ്മത്തെ മറ്റ് ധർമ്മങ്ങളിൽ നിന്നോ മറ്റ് ആശയഗതികളിൽ നിന്നോ വേർതിരിച്ചു നിർത്തുന്ന ഏറ്റവും പ്രാമാണികമായിട്ടുള്ള തത്വം എന്തെന്നാൽ അതിൻ്റെ സംവാദ സംസ്കാരമാണ്. കൾച്ചർ ഓഫ് സിന്തസിസ് എന്ന് പറയുന്നൊരു, ഏത് എതിരായി നിൽക്കുന്ന ആശയത്തെയും അതിൻ്റെ നല്ല വശങ്ങളെ സ്വാംശീകരിക്കാനും അതല്ലാത്തതിനെ തള്ളിക്കളയാനുള്ള അതിൻ്റെ ശേഷിയാണ്. അപ്പം അങ്ങനെയൊരു ഓൺലൈനിലുള്ള പരസ്പരമുള്ള വെല്ലുവിളികളോ വെഴുപ്പലക്കലോ അല്ലാതെ പരസ്പര ബഹുമാനത്തോടുകൂടി 2 പക്ഷത്തിനും ഒന്നിച്ച് അണിനിരന്നുകൊണ്ട് അവരുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വയ്ക്കാനും അത് കേൾക്കുന്ന ആളുകൾക്ക് അതിലെ ശരിയായിട്ടുള്ള നല്ലതായിട്ടുള്ള പക്ഷത്തെ സ്വീകരിക്കാനുമുള്ളൊരു അരങ്ങൊരുക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായ, വളരെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു പ്രവർത്തനമാണ്. ഒരുപക്ഷെ ഈ സംവാദത്തിൻ്റെ വിജയം സമാനമായിട്ടുള്ള മറ്റ് ധാരാളം വിഷയങ്ങളിൽ സമാനമായിട്ടുള്ള സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും സംവാദാത്മകമായിട്ടുള്ളൊരു അന്തരീക്ഷത്തെ പുനഃസൃഷ്ടിക്കാൻ പലർക്കും ധൈര്യവും ആത്മവിശ്വാസവും നൽകുന്ന ഒരു സംഗതിയായിരിക്കും. അപ്പോൾ എല്ലാവരും എനിക്കറിയുന്നത് പോലെ ഇന്നത്തെ സംവാദത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയമെന്ന് പറയുന്നത് കേരളീയ ക്ഷേത്രാചാരങ്ങളിൽ പരിഷ്കരണം ആവശ്യമാണോ അല്ലയോ എന്നുള്ള ശ്രീ ഷാബു പ്രസാദും ശ്രീമാൻ വിദ്യാസാഗറും തമ്മിൽ ഏർപ്പെടുന്ന സംവാദമാണ്. എന്നാൽ ആ സംവാദത്തിന് മുൻപായി ഇങ്ങനെ ഒരു അവസരത്തിൽ കുറച്ച് ആളുകളെ കിട്ടിയതുകൊണ്ട് ഞാനും ഒരു വിഷയം സംസാരിക്കാം എന്ന് വിചാരിക്കുകയാണ്. വളരെ ദീർഘമായിട്ടുള്ളൊരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. നിങ്ങൾക്കറിയുന്നത് പോലെ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ള വിഷയം ഹിന്ദുത്വവും ഇസ്ലാമിസവും സമീകരണം സാധ്യമോ എന്നതാണ്. ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് 2 മതങ്ങൾ തമ്മിലുള്ള ഒരു സമീകരണത്തെ സംബന്ധിച്ചിട്ടുള്ളതല്ല എന്നത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പറയുന്ന 2 രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിൽ, ഹിന്ദുത്വ എന്ന് നാം വിവക്ഷിക്കുന്ന ഹിന്ദു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ആശയവും ഇസ്ലാമിസം എന്ന് പൊതുവേ വ്യവഹരിക്കപ്പെടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന സംഗതിയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്ന് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇതിലേതെങ്കിലും ഒന്നിനെ വിമർശിക്കുന്ന സമയത്ത് തൂക്കമൊപ്പിക്കാൻ വേണ്ടി മറ്റേതിനെ കൂടി ചേർത്ത് പറയുന്നൊരു ശൈലി നമുക്കിടയിൽ പൊതുവിലുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആമുഖമായിട്ട് ഇങ്ങനെ പറയാൻ കാരണം, നമ്മുടെ വേദിയിൽ പോലീസുകാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംഘർഷത്തിനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെ ആയിരിക്കും അവിടെ ഉറ്റുനോക്കുന്നത്. ആ രീതിയിലുള്ള ഒരു സംവാദമല്ല ഇവിടെ നടക്കുന്നത്. വളരെ സൗഹാർദ്ദപരമായ, വളരെ എന്താ പറയുക, മാന്യമായിട്ടുള്ളൊരു സംവാദത്തിൻ്റെ രീതിയാണ് ഇവിടെ അനുവർത്തിക്കുന്നത് എന്ന് ആമുഖമായിട്ടൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം.
നമ്മളെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ് അതിജീവനം എന്ന് പറയുന്നത്. മറ്റെല്ലാ അവകാശങ്ങളും മറ്റെല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുഭവിക്കണമെങ്കിലും ആദ്യം ജീവനോടെ ഇരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മുടെ ജീവനെയും ജീവനോടെ ഇരിക്കാനുള്ള നമ്മുടെ അവകാശത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ ലോകത്ത് കുറേ കാലമായി വളരെ ശക്തി ആർജിച്ചിട്ടുള്ള മതഭീകരത എന്ന് പറയുന്ന പ്രശ്നം. ആ മതഭീകരതയെ അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള പല ആളുകളും ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ചില വോട്ട് ബാങ്കുകളെ ഭയന്നുകൊണ്ട്, ചില സംഘടിത മത രാഷ്ട്രീയ ശക്തികളെ ഭയന്നുകൊണ്ട് അതിനെ വെള്ളപൂശുകയും അതിനെ വേണ്ടവണ്ണം വിമർശിക്കാതിരിക്കുകയും ചെയ്യുകയും ആദ്യഘട്ടങ്ങളിലെല്ലാം മതത്തിന് അല്ലെങ്കിൽ തീവ്രവാദത്തിന്, ഭീകരതയ്ക്ക് മതമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും എന്നാൽ പിന്നീടൊരവസരത്തിൽ അതിനെ വിമർശിച്ചേ കഴിയുള്ളൂ എന്നൊരവസ്ഥ വന്ന സമയത്ത് അതിന് തൂക്കമൊപ്പിക്കാൻ വേണ്ടി സമാനമായിട്ടുള്ള മറ്റൊരു ഭീകരതയെ നിർമ്മിച്ചെടുക്കുകയും, നമുക്കറിയാം 2005 ശേഷമാണ് നമ്മുടെ നാട്ടിൽ സാഫ്രൻ ടെറർ, ഹിന്ദു ടെറർ തുടങ്ങിയിട്ടുള്ള ചില ശബ്ദങ്ങൾ കോയിൻ ചെയ്യപ്പെട്ടത്. 2006 2008 ഇടയിൽ ഉണ്ടായിട്ടുള്ള 4-5 ഭീകരാക്രമണങ്ങളുടെ പേരിലാണ്. മാലേഗാവൻ ബ്ലാസ്റ്റ്, സംജോക്ത എക്സ്പ്രസ് ബ്ലാസ്റ്റ്, മക്ക മസ്ജിദ് ബ്ലാസ്റ്റ്, അജ്മീർ ബ്ലാസ്റ്റ് എന്നിങ്ങനെ 2006 2008 നടന്നിട്ടുള്ള പല ഭീകരവാദാക്രമണങ്ങൾക്കും പിന്നിലുള്ളത് ഹിന്ദുത്വ ശക്തികളാണ് എന്നൊരു വ്യാജമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് അത്രയും കാലം ഭീകരതയ്ക്ക് മതമില്ലെന്ന് പറഞ്ഞിരുന്ന ആളുകൾ തന്നെ മതത്തിൻ്റെ പേര് ചേർത്തുകൊണ്ട് ഒരു ഭീകരതയ്ക്ക് നാമം പകരുകയും അങ്ങനെ സാഫ്രൻ ടെറർ അല്ലെങ്കിൽ ഹിന്ദു ടെറർ എന്നൊരു ശബ്ദം അന്നത്തെ ഭരണത്തിലിരുന്നിരുന്ന കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഉപയോഗിക്കുന്നതുമായിട്ടുള്ളൊരവസ്ഥ വിശേഷമുണ്ടായി. പിന്നീട് ആ കേസുകളെല്ലാം അന്വേഷണത്തിൽ ഇതെല്ലാം വ്യാജമായി കെട്ടിച്ചമയ്ക്കപ്പെട്ടിട്ടുള്ള കേസുകളായിരുന്നു എന്നും ഇതിൽ പ്രതികളായിട്ട് ആരോപിക്കപ്പെട്ട ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഈ കേസുകളുമായിട്ടൊന്നും ബന്ധമില്ല എന്നും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്ന അസീമാനന്ദയാണെങ്കിലും കേണൽ പുരോഹിതാണെങ്കിലും പ്രഗ്യാസിംഗ് ഠാക്കൂർ ആണെങ്കിലും ഒക്കെ തെളിവുകളുടെ അഭാവത്തിൽ കോടതികൾ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായി. തന്നെയുമല്ല 2018 അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ ജോലി ചെയ്തിരുന്ന RVS മണി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ അതിനെ സംബന്ധിച്ചൊരു പുസ്തകം തന്നെ എഴുതുന്ന സാഹചര്യം ഉണ്ടായി. ഹിന്ദു ടെറർ ഇൻസൈഡർ അക്കൗണ്ട് ഓഫ് ഹോം മിനിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഹോം മിനിസ്ട്രിയിൽ ആ കാലഘട്ടത്തിൽ ജോലി ചെയ്തിരുന്നൊരു ഇൻസൈഡറുടെ വെളിപ്പെടുത്തലായിട്ട് RVS മണി അദ്ദേഹം പറഞ്ഞത് അന്നത്തെ ഭരണത്തിലുണ്ടായിരുന്ന UPA സർക്കാർ CBIനെയും NIAയെയും ഉപയോഗിച്ചുകൊണ്ട് മനഃപൂർവ്വം ഈ പറയുന്ന കേസിലെ പ്രതികളെ കൊണ്ട് ഞങ്ങൾ ഹിന്ദു സംഘടനകളുമായി ബന്ധമുള്ളവരാണ്, ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു താല്പര്യാർത്ഥമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള കുറ്റകരമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടത് എന്ന് പറയാൻ നിർബന്ധിക്കുകയും അവരെ കൊണ്ട് തെറ്റായി മൊഴി കൊടുപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാജ നരേറ്റീവ് ഇവിടെ നിർമ്മിച്ചു വിടുകയും ചെയ്തു എന്ന് RVS മണി വെളിപ്പെടുത്തിയിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ ശബ്ദം വളരെയേറെ സ്ഥാപിക്കപ്പെടുകയും എവിടെയെല്ലാം ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ പാകിസ്ഥാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണങ്ങൾ ഉണ്ടായിക്കോട്ടെ, ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നടത്തുന്ന ഭീകരാക്രമണങ്ങളായിക്കോട്ടെ, ഈ ഭീകരാക്രമണങ്ങളെ അപലപിക്കുന്ന സമയത്ത് തൂക്കമൊപ്പിക്കാൻ വേണ്ടി രണ്ട് ഭീകരതകളും ഒരുപോലെ അപകടകരമാണ്. ഹിന്ദു ഭീകരതയും ഇസ്ലാമിക ഭീകരതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണ്. ഹിന്ദുത്വയും ഇസ്ലാമിസവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നൊരു വാദം ഉന്നയിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവ തമ്മിൽ എന്തെങ്കിലും നിലയിലുള്ള താരതമ്യത്തിനോ ഏതെങ്കിലും നിലയിലുള്ള സമീകരണത്തിനോ സാധ്യതയുണ്ടോ എന്നതാണ് നമ്മളിവിടെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വാദം, എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം എന്നത് ഇവ തമ്മിൽ യാതൊരു നിലയിലും താരതമ്യം സാധിക്കാത്തവണ്ണം തീർത്തും വ്യത്യസ്തമായ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ചരിത്ര പശ്ചാത്തലങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്നതും രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും മുന്നോട്ട് വയ്ക്കുന്നതുമായിട്ടുള്ള തീർത്തും സമീകരണം സാധ്യമല്ലാത്ത രണ്ട് വ്യത്യസ്ത സംഗതികളാണ് എന്നുള്ളതാണ്. അത് പറയുമ്പോൾ എന്താണ് ഹിന്ദുത്വ, എന്താണ് ഇസ്ലാമിസം എന്നത് ആദ്യമേ പറയേണ്ടി വരും എന്ന് തോന്നുകയാണ്. ഹിന്ദുത്വ എന്ന് പറയുന്ന ശബ്ദം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ വ്യാവഹാരിക ഭാഷയിൽ, നമ്മുടെ ഈ കണ്ടംപററി ആയിട്ടുള്ള ഒരു ഭാഷയിൽ ഹിന്ദുത്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഹിന്ദു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയ മുന്നേറ്റം എന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഹിന്ദുത്വം എന്ന് പറയുന്ന ശബ്ദം സൂചിപ്പിക്കുന്ന അതല്ല. അതിൻ്റെ ശരിക്കുള്ള ടെക്സ്റ്റുവലായിട്ടുള്ളൊരു ഡെഫിനേഷനിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഹിന്ദുത്വം എന്ന് പറയുന്നത് ദ ക്വാളിറ്റി ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എ ഹിന്ദു എന്നതാണ്.
ഒരാൾ ഹിന്ദുവാകുന്ന മൗലികമായിട്ടുള്ള ഗുണമോ മൂല്യമോ എന്ത്, അതിനെയാണ് നമ്മൾ ഹിന്ദുത്വ എന്ന് വിളിക്കുന്നത്. ഈ സംസ്കൃതത്തിലെ ത്വ അല്ലെങ്കിൽ ത്വം എന്ന് പറയുന്ന സഫിക്സ് യഥാർത്ഥത്തിൽ എസെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹിന്ദുവിനെ ഹിന്ദുവാക്കുന്ന മൗലികമായിട്ടുള്ള ഗുണം എന്താണോ അതിനെയാണ് നമ്മൾ ഹിന്ദുത്വം എന്ന് വിളിക്കുന്നത്. പുരുഷനെ പുരുഷനാക്കുന്ന മൗലിക ഗുണം പുരുഷത്വമാണെങ്കിൽ, സ്ത്രീയെ സ്ത്രീയാക്കുന്ന മൗലികമായിട്ടുള്ള ഗുണം സ്ത്രീത്വമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ കുട്ടിയാക്കുന്ന മൗലിക ഗുണം കുട്ടിത്വമാണെങ്കിൽ, അങ്ങനെ ഒരാളെ ഹിന്ദുവാക്കുന്ന ആ ക്വാളിറ്റി അല്ലെങ്കിൽ ആ സ്റ്റേറ്റിനെയാണ്, അതിൻ്റെ മൗലികമായിട്ടുള്ള എസെൻസിനെയാണ് നമ്മൾ ഹിന്ദുത്വ എന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി ശരിയായിട്ടുള്ള ശബ്ദം ഹിന്ദുനെസ് എന്നുള്ളതാണ്. എന്താണോ ഒരാളെ ഹിന്ദുവാക്കി നിർത്തുന്നത് ആ ഗുണത്തെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുത്വം എന്നുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല, പിന്നെയോ യഥാർത്ഥത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ അതൊരു ഹിസ്റ്ററിക്കൽ ആൻഡ് സിവിലൈസേഷണൽ പ്രോസസ്സാണ്. ഒരു സാംസ്കാരികവും ചരിത്രപരവുമായിട്ടുള്ള പ്രക്രിയയുടെ പേരാണ് ഹിന്ദുത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊതുവിൽ നമുക്ക് സംഭവിക്കാറുള്ളൊരു അബദ്ധം, ഈ ഹിന്ദുത്വത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ എല്ലാ സംവാദങ്ങളും ആരംഭിക്കുന്നത് 20-ാം നൂറ്റാണ്ടിൽ നിന്നാണ് എന്നുള്ളതാണ്. വി ഡി സാവർക്കർ വിഭാവനം ചെയ്തിട്ടുള്ള 1923 എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൂടെ മുന്നോട്ട് വെച്ചതും പിന്നീട് അങ്ങോട്ട് RSSൻ്റെ മറ്റ് ഹിന്ദുത്വ സംഘടനകളുടെയും നേതൃത്വത്തിൽ നയിക്കപ്പെട്ടതുമായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമാണ് ഹിന്ദുത്വ. അതൊരു 20th സെഞ്ച്വറി ഫെനോമിനനാണ്, ഒരു പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഫെനോമിനനാണ് എന്നുള്ള മട്ടിലാണ് നമ്മൾ പലപ്പോഴും അതിനെ അഭിസംബോധന ചെയ്യുന്നത്. തന്നെയല്ല, അതൊരു മതാത്മകമായിട്ടുള്ള രാഷ്ട്രവാദമാണ്. ഒരു ഹിന്ദു മേധാവിത്വ രാഷ്ട്രം നിർമ്മിക്കാനുള്ളൊരു പദ്ധതിയാണത്. ഹിന്ദു മതവിശ്വാസികൾക്ക് സവിശേഷമായിട്ടുള്ള അധികാരങ്ങളോ പദവികളോ ഉള്ളൊരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്യുന്നൊരു പദ്ധതിയാണത് എന്ന മട്ടിൽ നമ്മൾ അതിനെപ്പറ്റി തെറ്റായി ധരിച്ചിട്ടുണ്ട് പലപ്പോഴും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇത് എത്ര കാലം ഈ ഹിന്ദു ധർമ്മത്തിന് പഴക്കമുണ്ടോ അത്രയും കാലം തന്നെ പഴക്കമുള്ളതാണ് ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയവും. ഇത് 1923 വി ഡി സാവർക്കർ വിഭാവനം ചെയ്യുന്ന ആശയമല്ല. വി ഡി സാവർക്കറേക്കാൾ എത്രയോ മുമ്പ് 1909 ഉത്തർപാറ സ്പീച്ചിൽ അരബിന്ദോ ഘോഷ് സംസാരിക്കുന്നത് ഹിന്ദുത്വത്തെ പറ്റിയിട്ടാണ്. 1893 മുതൽ 1902 വരെയുള്ള വിവേകാനന്ദ സ്വാമികളുടെ പ്രഭാഷണങ്ങളെല്ലാം എടുത്താൽ ആ പ്രഭാഷണങ്ങൾ പിന്നീട് ഹാർട്ട് ബീറ്റ്സ് ഓഫ് എ ഹിന്ദു നേഷൻ എന്ന പേരിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ എന്നാണ് ആ പ്രഭാഷണങ്ങളെ വിളിക്കുന്നത്. 1902 നമ്മുടെ ദേശീയഗാനത്തിൻ്റെ കർത്താവ് കൂടിയായിട്ടുള്ള രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള ഒരു എസ്സേയുടെ പേര്, അദ്ദേഹം അന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു ലേഖനത്തിൻ്റെ പേര് ഹിന്ദുത്വ എന്നുള്ളതാണ്. എന്താണ് ഹിന്ദുത്വ എന്ന് വിശദീകരിച്ചുകൊണ്ട് വി ഡി സവർക്കറേക്കാൾ 2 പതിറ്റാണ്ട് മുൻപ് രവീന്ദ്രനാഥ് ടാഗോർ 1902 ഒരു ലേഖനം എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന ശബ്ദം അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അർത്ഥത്തിൽ ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത് ചന്ദ്രനാഥ് ബസുവാണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബംഗാളി റിനൈസൻസ് ഫിഗറായിട്ടുള്ള ചന്ദ്രനാഥ് ബസുവിൻ്റെ 1892 ലേഖനത്തിലാണ് ഹിന്ദുത്വ എന്നുള്ള ശബ്ദം അതിൻ്റെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു കൊണോട്ടേഷനോട് കൂടി പ്രയോഗിക്കപ്പെടുന്നത്. അതിനു മുൻപ് രാജ്നാരായൺ ബസുവിനെ പോലെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഹിന്ദു നാഷണലിസം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്നാരായൺ ബസുവിനെ പോലെയുള്ള ആളുകൾ ഹിന്ദുത്വം എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനു മുൻപ് നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ മറാത്ത സാമ്രാജ്യത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ 16-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന മറാത്ത സാമ്രാജ്യത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം ഹിന്ദുവി സ്വരാജ് ആയിരുന്നു, ഹിന്ദു സ്വരാജ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അതിനു മുൻപോട്ട് പോയി കഴിയുമ്പോൾ 13-ാം നൂറ്റാണ്ടിൽ ഹരിഹരനും ബുക്കരായനും ചേർന്ന് സ്ഥാപിക്കുന്ന വിജയനഗര സാമ്രാജ്യം, സംഗം ഡൈനാസ്റ്റി. വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ സ്വയം ധരിച്ചിരുന്ന പേര് ഹിന്ദുരായ രാജ എന്നുള്ളതായിരുന്നു. അതായത് ഹിന്ദു രാഷ്ട്രത്തെ സ്ഥാപിക്കാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ഒരു ഹിന്ദു രാഷ്ട്ര സ്ഥാപനം എന്ന് പറയുന്ന ലക്ഷ്യം അതിനേക്കാൾ എത്രയോ മുൻപുണ്ടായിരുന്നതാണ് എന്നുള്ളതാണ്. അത് മതാത്മകമായിട്ടുള്ളൊരു രാഷ്ട്രമല്ല, പിന്നെയോ അത് ഹൈന്ദവ ആദർശങ്ങളിൽ ഹിന്ദു മൂല്യങ്ങളിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് അല്ല, നേരെ തിരിച്ചൊരു കൾച്ചറൽ നേഷനാണ് എന്നുള്ളതാണ്. ഒരു സാംസ്കാരിക ദേശീയതയുടെ പ്രത്യയശാസ്ത്രത്തെയാണ് നമ്മൾ ഹിന്ദുത്വ എന്ന് വിളിക്കുന്നത്. അത് ഹിന്ദുയിസത്തിൻ്റെ ഒരു അതിൻ്റെ തുടർച്ചയിൽ ഉണ്ടാവുന്നതല്ല. യഥാർത്ഥത്തിൽ ഹിന്ദു മതം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഏറ്റവും അവസാനത്തിൽ മാത്രം ഉണ്ടാവുന്ന ഒരു സാധനമാണ്. അല്ലാതെ ആദ്യം ഹിന്ദു മതം ഉണ്ടാവുന്നു, പിന്നീട് ഹിന്ദു മതത്തിൽ നിന്ന് ബാക്കിയെല്ലാം ഉണ്ടാവുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ആദ്യം ഉണ്ടാവുന്നത് ഈ ഒരു ഹിന്ദു കോൺഷ്യസ്നെസ്സാണ്.
ഈ പ്രദേശത്ത് അധിവസിക്കുന്ന ജനത യഥാർത്ഥത്തിൽ ഈ സിന്ധു നദിക്ക് ഇപ്പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ സിന്ധു അല്ലെങ്കിൽ ഹിന്ദു എന്ന് ആദ്യമായിട്ട് വിളിക്കുന്നത് പേർഷ്യക്കാരാണ്. പേർഷ്യൻ രാജാവായിട്ടുള്ള ഡാരിയസിൻ്റെ റെക്കോർഡ്സിലാണ് നമ്മൾ ഹിന്ദു എന്ന് പറയുന്ന ശബ്ദം ആദ്യമായിട്ട് കാണുന്നത്. അത് ഈ പേർഷ്യൻ ഭാഷയിൽ സ എന്ന വാക്കിന് ഉച്ചാരണമില്ല, ഒരു ഹ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഇവരുടെ സെയിൻ്റ് അവസ്ഥ എന്ന് പറയുന്ന കൃതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഹപ്ത ഹിന്ദു, സപ്ത സിന്ധു എന്നതിന് സമാനമായിട്ട് ഹപ്ത ഹിന്ദു എന്ന ശബ്ദം ഉപയോഗിച്ചായി കാണാം. അതേപോലെ തന്നെ അവിടുത്തെ ദേവതകൾക്ക് അവർ അഹുരമസ്ഥ എന്നാണ് പറയുന്നത്. അവിടെ ദേവന്മാരും വില്ലന്മാരും അസുരന്മാരും നായകനുമാവുന്ന നേരെ വിപരീതമായിട്ടുള്ള പ്രതിഭാസമാണ്. അവിടെ അസുര എന്നതിന് സമാനമായിട്ടുള്ള ശബ്ദമായിട്ട് അവിടെ അഹുര, സായാണ് ഹായായി മാറുന്നത്. അവിടെ സോമം എന്നതിന് സമാനമായിട്ടുള്ള സങ്കല്പത്തിനാണ് ഹോമം എന്ന് പേർഷ്യൻ ലിറ്ററേച്ചറിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ സായാണ് അവിടെ ഹാ ആയി മാറുന്നത്. അതുകൊണ്ട് തന്നെ സിന്ധുവിനിപ്പുറത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ സിന്ധുക്കൾ എന്ന് പേർഷ്യക്കാർ വിളിക്കുന്നതാണ് ആദ്യമായിട്ട് ഹിന്ദു എന്ന ശബ്ദമായി മാറുന്നത്. ഈ പേർഷ്യനിലുള്ള ഹിന്ദു ആണ് പിന്നീട് അറബിലുള്ള അൽ ഹിന്ദ് ആയി മാറുന്നത്. ഇത് തന്നെയാണ് ഗ്രീക്ക് ശബ്ദത്തിലേക്ക് വരുമ്പോൾ ഇൻഡിക്ക, മെഗസ്തനീസിൻ്റെയൊക്കെ ഇൻഡിക്ക എന്ന് പറയുന്ന ശബ്ദമാവുന്നത്. ഇത് തന്നെയാണ് റോമക്കാരുടെ ഭാഷയിലേക്ക് മാറുമ്പോഴേക്കും ഇൻഡസ് ആയി മാറുന്നത്. ഈ ഇൻഡസ് തന്നെയാണ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ശബ്ദമായിട്ട് മാറുന്നത്. അതായത് ഹിന്ദുവിൽ നിന്ന് ഇന്ത്യ വരെ എത്തി നിൽക്കുന്ന ഈ ശബ്ദത്തിൻ്റെ ഇതിൻ്റെ പരിണാമം എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മൂലധാതു, അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ധാതു സിന്ധു എന്ന് പറയുന്ന നദിയാണ്. അപ്പോൾ സിന്ധു നദിക്ക് ഇപ്പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെയും ആ ദേശത്തെയും അവരുടെ ജീവിത രീതിയെയും ഒന്നിച്ച് വ്യവഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ശബ്ദമാണ് യഥാർത്ഥത്തിൽ ഹിന്ദു എന്ന് പറയുന്നത്. അതൊരു മതത്തിൻ്റെ പേരല്ല, അതൊരു രാഷ്ട്രത്തിൻ്റെ പേരല്ല, അതൊരു ദേശത്തിൻ്റെയും അതിൽ അധിവസിക്കുന്ന ജനതയുടെയും ആ ജനതയുടെ ജീവിത പദ്ധതിയുടെയും അതിനെ മുഴുവനായിട്ട് വിവക്ഷിക്കാൻ, അവരുടെ സർവ്വതോന്മുഖമായിട്ടുള്ള ജീവിത പദ്ധതിയെ വ്യവഹരിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ശബ്ദമാണ് എന്നുള്ളത്. അപ്പോൾ അത് പുറമേ നിന്നുള്ള ഒരാളുകൾ നമുക്ക് ചാർത്തി തന്നിട്ടുള്ള ഒരു പേരാണ്. പക്ഷേ ആ പേര് നമ്മൾ അംഗീകരിക്കുക എന്ന് പറയുന്നൊരു പ്രക്രിയയുണ്ട്. അപ്പോൾ നമ്മൾ ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ആ പേര് അപ്രോപ്രിയേറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ആ പേരിന് വിളി കേൾക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കളായി മാറുകയാണ്. അങ്ങനെയുള്ള ഹിന്ദുക്കൾ ഒന്നിച്ച് അധിവസിക്കുന്ന പ്രദേശം സ്വാഭാവികമായിട്ട് ഹിന്ദുസ്ഥാനമാവുന്നു. ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ദേശം അങ്ങനെ നിലവിൽ വരികയാണ്. ആ ഹിന്ദുസ്ഥാനത്ത് ജീവിക്കുന്ന ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങളുടെ ജീവിത ശൈലിയിൽ നിന്നാണ് ഹിന്ദു കൾച്ചർ അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം എന്ന് പറയുന്ന പ്രക്രിയ ഉടലെടുക്കുന്നത്. ആ സംസ്കാരത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണമാണ് സ്വാഭാവികമായി തന്നെ ഹിന്ദു സിവിലൈസേഷൻ ഹിന്ദു നാഗരികത എന്ന് പറയുന്ന പ്രതിഭാസമായി മാറുന്നത്. ആ ഹിന്ദു നാഗരികതയുടെ ഒരു ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അതിന് രാജ്യഘടന ഉണ്ടാവുന്നു. പ്രത്യേകിച്ചും 1000 BC ബിഫോർ കോമൺ എറ 1000 ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഹിന്ദു ഡൈനാസ്റ്റികളുടെ സ്ഥാപനം കാണുന്നുണ്ട്. കുരു ഡൈനാസ്റ്റി പോലെയുള്ള ഹിന്ദു രാജവംശങ്ങൾ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹിന്ദു പോളിറ്റി ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഹിന്ദു രാഷ്ട്രഘടന ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തുണ്ടാവുന്നുണ്ട്? ഹിന്ദു രാജവംശങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു നിയമങ്ങൾ, ഇതെല്ലാം ഈ ഒരു പ്രക്രിയയിലാണ് ഉണ്ടായി വരുന്നത്. എന്നാൽ 10ാം നൂറ്റാണ്ടിന് ശേഷം എന്ത് സംഭവിക്കുന്നു? വൈദേശികമായിട്ടുള്ള അധിനിവേശങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരുന്നു. അതുവരെ നമ്മൾ കാണുന്നത് ഹിന്ദുക്കൾ മാത്രം ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ഹിന്ദുക്കൾ എന്ന് പറയുന്നത് വളരെ ഹോമോജനസ് ആയിട്ടുള്ളൊരു സമൂഹമല്ല, അത് വളരെ ഹെട്രോജനസ് ആയിട്ടുള്ളൊരു ലോട്ടാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരക്കണക്കിന് സമ്പ്രദായങ്ങൾ, ആയിരക്കണക്കിന് പന്ഥുകൾ, ആയിരക്കണക്കിന് വിഭാഗങ്ങൾ, നൂറുകണക്കിന് ഭാഷകൾ, നൂറുകണക്കിന് ജീവിതശൈലികൾ, നൂറുകണക്കിന് വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങളെല്ലാം ഉണ്ട്. ഇവരെല്ലാവരും ഒരൊറ്റ ജീവിതശൈലി പിന്തുടരുന്ന ആൾക്കാരല്ല. പക്ഷേ ഈ വ്യത്യാസങ്ങൾക്കെല്ലാം ഉപരിയായിട്ടും അവരെ പൊതുവിൽ വ്യവഹരിക്കുന്ന ശബ്ദമാണ് ഹിന്ദു എന്ന് പറയുന്നത്. ഇവർക്കിടയിൽ ഒരു ഹിന്ദു ആയിട്ടുള്ള റിലീജിയസ് കോൺഷ്യസ്നസ് ഉണ്ടാവുന്നത് പുറത്തുനിന്ന് മറ്റൊരു മതത്തിലെ ആളുകളുടെ ഭാഗത്തുനിന്ന് അധിനിവേശങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. 10ാം നൂറ്റാണ്ടിന് ശേഷം തുടർച്ചയായിട്ടുള്ള വൈദേശികാധിനിവേശങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. 10ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഗസ്നി വന്നു, മുഹമ്മദ് ഓഫ് ഗസ്നി വന്നു. 11ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഗോറി വന്നു, മുഹമ്മദ് ഓഫ് ഗോറി വന്നു. 12ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഖൽജി, ബക്തിയാർ ഖൽജി 1202 ബക്തിയാർ ഖൽജിയുടെ ഇൻവേഷൻസ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് അധിനിവേശം ഉണ്ടാവുന്ന സമയത്ത് പുറമെ നിന്ന് വന്നവർ അന്യരും ഇവിടെ ജീവിക്കുന്നവർ ഇവിടുത്തെ
ഇവിടുത്തെ മൗലികമായിട്ടുള്ള അടിസ്ഥാന ജനതയും എന്ന് പറയുന്ന പ്രാഥമികമായിട്ടുള്ള ഹിന്ദു കോൺഷ്യസ്നസ് അവിടെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ വൈദേശികാധിനിവേശങ്ങൾക്കെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്ന തദ്ദേശീയരായിട്ടുള്ള ജനതയ്ക്കിടയിൽ ഞങ്ങൾ ഹിന്ദുക്കളാണ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. അവിടെ നിന്നാണ് ഹിന്ദു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിൻ്റെ ആരംഭം. അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഈ ഹിന്ദു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഗം ഡൈനാസ്റ്റി ആണെങ്കിലും മറാത്ത സാമ്രാജ്യമാണെങ്കിലും ഒക്കെ ഈ ഹിന്ദു പൊളിറ്റിക്കൽ റെസിസ്റ്റൻസിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ, അതിൻ്റെ 19-ാം നൂറ്റാണ്ടിൽ മാത്രമാണ് ഇതൊരു മതം എന്ന് പറയുന്ന ഹിന്ദുയിസം, ഹിന്ദു റിലീജിയൻ എന്ന് പറയുന്നൊരു സംഗതിയായിട്ട് മാറുന്നത്. അതുവരെ ഇത് ഹിന്ദു മതമല്ല. ഒരു സാമ്പ്രദായിക മതത്തിൻ്റെ എന്തെങ്കിലും ഒരു സ്വഭാവം ഹിന്ദുധർമ്മത്തിന് നമുക്ക് ആരോപിക്കാൻ സാധിക്കില്ല. ഓർഗനൈസ്ഡ് റിലീജിയൻ എന്ന് പറയുന്നതിന് അടിസ്ഥാനപരമായി വേണ്ട ചില സ്വഭാവ സവിശേഷതകളുണ്ട്. എന്താണ്? അതൊരു യൂണിഫൈഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ് ആണ്. ഒരു പൊതുവായിട്ടുള്ള വിശ്വാസധാരയാണ് അതിൽ. ആ വിശ്വാസധാര പിന്തുടരുന്ന ആളുകൾക്ക് പൊതുവായിട്ടുള്ള ആചരണങ്ങൾ, പൊതുവായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, പൊതുവായിട്ടുള്ള ജീവിതശൈലികൾ, അല്ലേ, അവരുടെ ഒരു മതവിശ്വാസത്തെ അവർക്ക് മേലെ നിലനിർത്താനുള്ള ഒരു മതപരമായിട്ടുള്ളൊരു അധികാര കേന്ദ്രം, അവർക്ക് എന്തെങ്കിലും തരത്തിൽ മതപരമായിട്ടുള്ള തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ അവരെ ശിക്ഷിക്കാനോ അവരെ മതത്തിൽ നിന്ന് പുറത്താക്കാനോ ഉള്ളൊരു മതപരമായിട്ടുള്ള അതോറിറ്റി, ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഹിന്ദുധർമ്മത്തിലില്ല. പൊതുവിൽ ഈ ഓർഗനൈസ്ഡ് എബ്രഹാമിക് റിലീജിയൻസിൻ്റെ സ്വഭാവം പറയും അതിന് 3 അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്. 1 സിംഗിൾ ടെക്സ്റ്റ്, 2 സിംഗിൾ പ്രൊഫറ്റ്, 3 സിംഗിൾ ഗോഡ്. ഒരു ഏക ഗ്രന്ഥം, ഒരു ഏക ദൈവം, ഒരു ഏക പ്രവാചകൻ എന്ന് പറയുന്ന 3 സ്വഭാവമുണ്ട്. എന്നാൽ ഹിന്ദുധർമ്മത്തിൽ ഈ 3 സംഗതികളും ഇല്ല. ഏകഗ്രന്ഥമില്ല. ഏതാണ് ഹിന്ദുവിൻ്റെ ഏകഗ്രന്ഥം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ഇസ്ലാം എടുത്താൽ ഏകഗ്രന്ഥമുണ്ട്, ഖുറാനുണ്ട്, ഏക പ്രവാചകൻ മുഹമ്മദ് ഉണ്ട്, ഏക ദൈവം അള്ളാഹു ഉണ്ട്. ക്രിസ്ത്യൻ മതം എടുത്തു കഴിഞ്ഞാൽ ഏകഗ്രന്ഥമുണ്ട് ബൈബിൾ, ഏക ദൈവമുണ്ട് അള്ളാഹ്, ഏക പ്രവാചകനുണ്ട് ജീസസ്. യഹൂദമതം എടുത്തു കഴിഞ്ഞാൽ ഏക ഗ്രന്ഥമുണ്ട് ടോറ, ഏക പ്രവാചകനുണ്ട് മോസസ്, ഏക ദൈവമുണ്ട് ജഹോവ. നേരെ തിരിച്ച് ഹിന്ദുധർമ്മത്തിൽ ഏതാണ് ഏക ഗ്രന്ഥം? എല്ലാ ഹിന്ദുക്കൾക്കും ഒരുപോലെ ബാധകമാവുന്ന ആ സിംഗിൾ ടെക്സ്റ്റ് ഏതാണ്? ഇവിടെ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്, ഗ്രന്ഥാലയങ്ങളാണ്, ഗ്രന്ഥപുരകളാണ്, അല്ലേ? പൊതുവിൽ പറയാറുണ്ട് ബാക്കി എല്ലാ മതങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു പുസ്തകമുണ്ട്, ഹിന്ദുവിന് സ്വന്തമായിട്ട് പുസ്തകാലയങ്ങളുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ലൈബ്രറികളാണുള്ളത്, ഗ്രന്ഥാലയങ്ങളാണ്, ഗ്രന്ഥപുരകളാണ്. നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ ബക്തിയാർ ഖൽജിയുടെ നേതൃത്വത്തിലാണ് നളന്ദയിലെ സർവകലാശാലയ്ക്ക് തീയിടുന്നത്. നളന്ദയിലെ സർവകലാശാല 90 ദിവസം നിന്ന് കത്തി എന്നാണ് പറയുന്നത്. കാരണം അത്രയേറെ പുസ്തകങ്ങൾ നളന്ദയിൽ കയ്യെഴുത്ത് പ്രതികളായിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്നു. ഇത് മുഴുവൻ കത്തിത്തീരാൻ അത്രയും സമയമെടുത്തു എന്നുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ നളന്ദയ്ക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ട്രെയിൻ ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ഭക്തിയാർപൂർ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്, നളന്ദ റെയിൽവേ സ്റ്റേഷൻ എന്നല്ല. ഈ ഭക്തിയാർപൂർ എന്നുള്ള പേര് വരുന്നത് ഭക്തിയാർ ഖൽജിയിൽ നിന്നാണ്. ആ നളന്ദ സർവകലാശാല സ്ഥാപിച്ചിട്ടുള്ള മഹാന്മാരുടെ പേരിലല്ല, ആ പുസ്തകാലയങ്ങൾക്ക് തീയിട്ട് നശിപ്പിച്ചിട്ടുള്ള ഭക്തിയാർ ഖൽജിയുടെ പേരിലാണ് നമ്മളിപ്പോഴും ആ പ്രദേശത്തെ നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വളരെ വിചിത്രമായിട്ടുള്ളൊരു ഒരു സ്വഭാവത്തിൻ്റെ ഒരു അടയാളമാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന അത്രയേറെ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ മുതൽ ആരംഭിച്ചു കഴിഞ്ഞാൽ വേദങ്ങൾ, പിന്നീട് ഉപനിഷത്തുകൾ, പിന്നീട് ഇതിഹാസങ്ങൾ, പിന്നീട് പുരാണങ്ങൾ, പിന്നീട് ശാസ്ത്രങ്ങൾ, അല്ലേ, ഇത്രയേറെ. ഇതിലേതെങ്കിലും ഒന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഗ്രന്ഥം എന്ന് പറയാൻ സാധിക്കില്ല. ഇതിലേതെങ്കിലും ഒരു ഗ്രന്ഥാശ്രിത ധർമ്മമാണ് നമ്മുടേത്. ഈ ഗ്രന്ഥമാണ് നമ്മുടെ ആകെ. ഈ ഗ്രന്ഥമില്ലെങ്കിൽ നമ്മളില്ല എന്ന് പറയുന്നൊരവസ്ഥയില്ല. ഈ ഗ്രന്ഥത്തെ മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാൻ കഴിയും. ഇപ്പോൾ ഒരു ആയുഷ്കാലം കൊണ്ട് ഒരാൾ ഭഗവത്ഗീത മുഴുവൻ പഠിച്ചിട്ട് ഭഗവത്ഗീത തെറ്റാണെന്ന് സ്ഥാപിച്ചാലും ഭഗവത്ഗീതയിൽ വിശ്വസിക്കാതെയും ഒരാൾക്ക് ഹിന്ദുവായി നിൽക്കാനുള്ള സാധ്യത, അവസരം ഈ ധർമ്മം തുറന്നു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏക ദൈവം അല്ലെങ്കിൽ ഏക പ്രവാചകനില്ല. ആരാണ് നമ്മുടെ ഏക പ്രവാചകൻ? ശ്രീരാമകൃഷ്ണ പരമഹംസരാണോ, വിവേകാനന്ദ സ്വാമികളാണോ, ശ്രീകൃഷ്ണനാണോ, ശ്രീരാമനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. എപ്പോഴൊക്കെ ഈ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം നിരന്തരമായിട്ട് ഈശ്വരൻ തന്നെ ഇവിടെ അവതാരമായിട്ട് അവതരിച്ചു കൊണ്ടിരിക്കുന്നുള്ള, തുടർച്ചയായിട്ട് അഭംഗുരം നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുന്ന പ്രവാചകന്മാരുടെ ഒരു പരമ്പര തന്നെ നമുക്കുണ്ട്. ഏതാണ് ഏക ദൈവം എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പേര് പറയാൻ നമുക്ക് സാധ്യമല്ല. 330 കോടി ദേവതകളുണ്ട് എന്നാണ്. ഒരു ഹിന്ദുവിനോട് അയാളുടെ എല്ലാ ദൈവങ്ങളുടെയും പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സാധിക്കില്ല. ആ പ്രക്രിയക്കിടയിൽ തന്നെ അയാളുടെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യമൊക്കെ കഴിഞ്ഞു. അത്രയേറെ ദൈവങ്ങളാണ്. ഈ 330 കോടി ദൈവങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഓരോ മനുഷ്യരും സ്വയം ഈശ്വരനായി മാറുന്ന തത്വമസിയുടെ വേദാന്തം വേറെയുണ്ട്. ഇനി മനുഷ്യരുടെ മുഴുവൻ എണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെയോ ഓരോ പുൽക്കൊടിയും പുൽനാമ്പും
പുൽച്ചാണവും പുൽച്ചാടിയും വരെ ഈശ്വരനായി മാറുന്ന ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്ന തത്വം. ഈശ്വരൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വിദൂര ദേശത്ത് ഇരുന്നു കൊണ്ടൊരു സിംഹാസനത്തിന് മേലെ കാല് കയറ്റി വെച്ച് മനുഷ്യരുടെ നന്മയ്ക്കും തിന്മയ്ക്കും മാർക്കിടുന്ന ന്യായാധിപനല്ല. മനുഷ്യരിൽ നിന്ന് വിഭിന്നനായ ബാഹ്യമായിട്ടുള്ള ഒരു ശക്തിയായിട്ടല്ല നമ്മൾ ഈശ്വരനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ കൂടിയിരിക്കുന്ന നൈസർഗികമായിട്ടുള്ള ചൈതന്യം തന്നെയാണ്, ആ ദിവ്യത്വം തന്നെയാണ് ഈശ്വരൻ എന്നാണ്. അതുകൊണ്ടാണ് നമുക്ക് ബ്രഹ്മാണ്ടം പിണ്ടാണ്ടം എന്ന് പറയുന്ന സങ്കല്പമൊക്കെ നമുക്കുള്ളത്. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ തന്നെ ചുരുക്കിയ ചെറുതാക്കിയിട്ടുള്ളൊരു കുഞ്ഞു പതിപ്പാണ് മനുഷ്യൻ. ഈ ബ്രഹ്മാണ്ടത്തിൽ എത്രത്തോളം അത്ഭുതങ്ങളും വിസ്മയങ്ങളും ഉണ്ടോ അത്രത്തോളം അത്ഭുതങ്ങളും വിസ്മയങ്ങളും നിഗൂഢതകളും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും കുടിയിരിക്കുന്നുണ്ട് എന്ന് അവനവനെ പറ്റിയിട്ടുള്ള ആന്തരികമായിട്ടുള്ള നമ്മുടെ പഠനം പൂർത്തിയാവുന്നുണ്ടോ അന്ന് ഈ പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള നമ്മുടെ ജ്ഞാനം പൂർത്തിയാവുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ ഇൻട്രൊഡക്ഷൻ ടു രാജയോഗയിൽ പറയുന്നത്, ബാഹ്യപ്രപഞ്ചത്തെ നിയന്ത്രിക്കാനുള്ള വ്യഗ്രതയ്ക്കിടയിൽ നമ്മൾ മറന്നുപോകുന്ന കാര്യം അതിൻ്റെ ഒരു ചെറുപതിപ്പാണ് നമ്മുടെ ആന്തരിക പ്രപഞ്ചം. ഏതൊരുവൻ അവൻ്റെ ആന്തരിക പ്രപഞ്ചത്തിന് മേലെ വിജയം നേടുന്നുവോ അവൻ സ്വമേധയാ ബാഹ്യപ്രപഞ്ചത്തിൻ്റെ കൂടി അധികാരിയായി മാറുന്നുണ്ടെന്ന്. അപ്പോൾ ഈ പ്രപഞ്ചത്തെ തന്നെ ചുരുക്കിയതാണ് മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം. അത്രമേലെ ദിവ്യത്വം ഓരോ മനുഷ്യരിലും ആരോപിക്കുന്ന ഒരു സിദ്ധാന്തം. അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യരെ നമ്മൾ അടിമകളെന്നോ പാപികളെന്നോ പതിതരോ എന്നല്ല വിളിച്ചത്. നമ്മൾ അമൃതത്വത്തിൻ്റെ സന്താനങ്ങളെ എന്നാ വിളിച്ചത്. ഓ ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി ലിസൺ, അമരത്വത്തിൻ്റെ സന്താനങ്ങളെ നിങ്ങൾ കേൾക്കൂ. ശൃണ്വന്തു വിശ്വം അമൃതസ്യ പുത്ര എന്ന് വിളിക്കുന്ന സംസ്കൃതി ഉണ്ടാവുന്നത് ഓരോ മനുഷ്യരും സ്വമേധയാ ഈശ്വരൻ്റെ ചെറു പതിപ്പുകളാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ദൈവം എന്ന് പറയുന്ന സങ്കല്പം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തെ നമുക്ക് മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരു ഏജൻസി, ഒരു മതത്തിൻ്റെ അതോറിറ്റി എന്ന് പറയുന്ന സംവിധാനം ഹിന്ദുധർമ്മത്തിലില്ല. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക ദിവസം നിങ്ങൾ അമ്പലത്തിൽ പോയിട്ടില്ലെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാനോ നിങ്ങളെ പുറത്താക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ സാമ്പ്രദായികമായിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മതത്തിൻ്റെ എന്തെങ്കിലും ഒരു ഘടനയോ സ്വഭാവമോ ഹിന്ദുധർമ്മം പിന്തുടരുന്നില്ല. കാരണം മതം, റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഡോഗ്മയാണ്. അതൊരു ലിമിറ്റിംഗ് ആയിട്ടുള്ള സംഗതിയാണ്. ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് കാര്യങ്ങളെ ചുരുക്കുന്നത് പോലെയാണ്. ഇത് മതം എന്നതിനേക്കാൾ ഉപരി ഇതൊരു ധർമ്മമായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ഇത് വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങൾ പോലും കോഎക്സിസ്റ്റ് ചെയ്യുന്നൊരിടാണ്. അതുകൊണ്ടാണ് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങളും പന്ഥുകളും സമ്പ്രദായങ്ങളും ഒരേ ധർമ്മത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ദ്വൈതവും അദ്വൈതവും ഉണ്ട്, ശുദ്ധാദ്വൈതവും വിശേഷാദ്വൈതവും ഉണ്ട്. ഇവിടെ സാത്വികമായതും രാജസമായതും താമസമായതുമായിട്ടുള്ള ആരാധനാ പദ്ധതികളുണ്ട്. ഇവിടെ ഗംഗ, ഗീത, ഗോവിന്ദൻ, ഗായത്രി, ഗോമാത എന്ന് പറയുന്ന പഞ്ചമകാരമുണ്ട്. മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം എന്ന് പറയുന്ന പഞ്ചമകാരമുണ്ട്. ഇവിടെ വിഗ്രഹാരാധനയുണ്ട്, ഇവിടെ വിഗ്രഹമില്ലാത്ത സഗുണാരാധനയുമുണ്ട്, ഇവിടെ അനേകാരാധനയുണ്ട്, ഇവിടെ ഏകാരാധനയുണ്ട്. ഇവിടെ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പദ്ധതികളെല്ലാം നിൽക്കുന്നൊരു സ്ഥലമാണ്. നമ്മുടെ ധർമ്മത്തിൽ ഈ പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ചമയ്ക്കുന്ന ആളുകളെയാണ് നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ശങ്കരാചാര്യ സ്വാമികളെ ആചാര്യൻ എന്ന് വിളിക്കുന്നത് പ്രസ്ഥാനത്രയങ്ങളായിട്ടുള്ള ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത് ഇതിന് മൂന്നിനും അദ്ദേഹം അദ്വൈതം കൊണ്ട് ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. പക്ഷേ ശങ്കരനെ മാത്രമല്ല നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത്, നമ്മൾ മാധവനെ ആചാര്യൻ എന്ന് വിളിക്കുന്നുണ്ട്. മാധവനെ നമ്മൾ ആചാര്യൻ എന്ന് വിളിക്കുന്നത് ഇതേ പ്രസ്ഥാനത്രയങ്ങൾക്ക്, ബ്രഹ്മസൂത്രം, ഭഗവത്ഗീത, ഉപനിഷത്ത് ഈ പ്രസ്ഥാനത്രയങ്ങൾക്ക് അദ്ദേഹം ദ്വൈതം കൊണ്ട് ഭാഷ്യം ചമച്ചുകൊണ്ടാണ്. അതെങ്ങനെ ശരിയാവുക? മാധവൻ ആചാര്യനാണെങ്കിൽ ശങ്കരൻ ആചാര്യനാവാൻ പാടില്ലല്ലോ. അതല്ല, ശങ്കരനാണ് ശരിക്കുള്ള ആചാര്യനെങ്കിൽ മാധവൻ പറഞ്ഞത് തെറ്റല്ലേ? പക്ഷേ ഇതിലേതെങ്കിലും ഒന്ന് മാത്രമാണ് ശരി, മറ്റത് തെറ്റ് എന്നുള്ള നിഷ്കർഷയല്ല. ഓരോന്നും ഒരേ ശരിയിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളാണ് എന്നുള്ള സ്വീകരണാത്മകതയുടെ പാതയാണ് നമ്മളെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ദർശനമാക്കി മാറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ റിലീജിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ സ്വാഭാവികമായി കൊളോണിയൽ അധിനിവേശങ്ങൾക്ക് ശേഷം ആളുകളെ മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ടാബുലേറ്റ് ചെയ്യുന്ന സംസ്കൃതികൾ വന്നതിന് ശേഷം ആ മതാടിസ്ഥാനത്തിൽ നിയമങ്ങൾ, പേഴ്സണൽ ലോസ് ഉണ്ടായതിനൊക്കെ ശേഷമാണ് ഹിന്ദു മാരേജ് ആക്ട് പോലെ, ഹിന്ദു സക്സഷൻ ആക്ട് പോലെ, അഡോപ്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ആക്ട് പോലെയുള്ള യൂറോപ്യൻ നിയമങ്ങൾ വന്നതിന് ശേഷം മാത്രം 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഹിന്ദു മതം എന്ന് പറയുന്ന പ്രത്യയം. യഥാർത്ഥത്തിൽ അങ്ങനൊരു മതം അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരിക്കലും മതരാഷ്ട്രവാദമല്ല. കാരണം സാമ്പ്രദായിക മതങ്ങളെപ്പോലെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രം നിർമ്മിക്കുന്ന ശൈലി നമുക്ക് സാധ്യമല്ല. നമ്മൾ അതിന്
അതിൻ്റെ മൗലികമായിട്ടുള്ള സ്വഭാവം കൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നൊരു പ്ലൂരലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ശരിയിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഈ മൊണോതെയിസ്റ്റിക് ആയിട്ടുള്ള തിയോക്രസിയുടെ ഒരു സങ്കല്പം നമുക്ക് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മൗലികമായിട്ടുള്ള ചില ഘടനകൾ ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഹിന്ദുവിനെ ഹിന്ദുവാക്കുന്ന മൗലിക ഗുണം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ 4-5 കാര്യങ്ങളിലാണ്, അല്ലാണ്ട് ഹിന്ദു മതത്തിലുള്ള വിശ്വാസമല്ല. യഥാർത്ഥ സാവർക്കർ പോലും എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വയിൽ പറയുന്നത് ഈ ദേശത്തെ പുണ്യഭൂമിയായും ദിവ്യഭൂമിയായും കാണുന്നവരെല്ലാം ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. അതല്ലാണ്ട് ഹിന്ദുവായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും ജനിച്ചിട്ടുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് എന്നുള്ളതല്ല. സാവർക്കറുടെ നിർവചന പ്രകാരം ആരാണോ ഭാരതദേശത്തെ മാതൃഭൂമിയായും പിതൃഭൂമിയായും ദിവ്യഭൂമിയായും പുണ്യഭൂമിയായും കാണുന്നത്, ആരാണോ ഭാരതത്തോട് സമ്പൂർണ്ണമായിട്ടുള്ള വിധേയത്വം പുലർത്തുന്നത്, ഈ ദേശമാണ് തൻ്റെ കർമ്മഭൂമി എന്ന് വിശ്വസിക്കുന്നത്, അങ്ങനെയുള്ളവർ മുഴുവൻ ഹിന്ദുവാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഹിന്ദുത്വ എൻകംപാസ് ചെയ്യുന്ന ഹിന്ദു എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി യഥാർത്ഥത്തിൽ റിലീജിയസ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി അല്ല, പിന്നെയോ അതൊരു കൾച്ചറലായിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ്. ഈ ഭാരതദേശത്ത് വസിക്കുന്ന ആളുകൾക്ക് ഈ ഭാരതം എന്ന് പറയുന്ന ദേശീയതയെ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഹൈന്ദവമായിട്ടുള്ള ആദർശത്തോടുള്ള പ്രതിപത്തിയിൽ നിന്നാണ് ആ ദേശീയതയുടെ മൗലിക ഗുണത്തെ നമ്മൾ കണ്ടെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് ചില അടിസ്ഥാനപരമായിട്ടുള്ള 2-3 പ്രമേയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഹിന്ദു എന്ന് പറയുന്ന എസെൻസിനെ തിരിച്ചറിയുന്നത്. അതിൽ ആദ്യത്തേതൊരു സീക്രട്ട് ജോഗ്രഫി എന്ന് പറയുന്ന സങ്കല്പമാണ്. ഈ പറയുന്ന ഭാരതം എന്ന ദേശം അടൽ ബിഹാരി വാജ്പേയി പറയുന്നുണ്ടല്ലോ, ഏ ദേശ് കോയി ധർത്തി കാ ടുക്ടാ നഹി ഹെ ഏക് ജീത്ത ജാഗ്ത രാഷ്ട്രപുരുഷ എന്ന് പറയുന്നുണ്ടല്ലോ. ഇത് കേവലം ഒരു കഷ്ടം ഭൂമിയല്ല, ഇത് ജീവിക്കുന്ന സ്പന്ദിക്കുന്ന ഒരു രാഷ്ട്രപുരുഷനാണ് എന്ന് പറയുന്ന സങ്കല്പം ദിവ്യമാതയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഭാരതാംബ, ഭാരത് മാത തുടങ്ങിയിട്ടുള്ള വന്ദേ മാതര ഗീതത്തിലൊക്കെ മഹാകാളിയായിട്ടും മഹാലക്ഷ്മിയായിട്ടും ദുർഗയായിട്ടും ഒക്കെ ആ ദേശത്തെ കാണുന്ന ആ സീക്രട്ട് ജോഗ്രഫി, ഇതൊരു ദിവ്യഭൂമിയാണ്. പുരാണങ്ങളിലൊക്കെ വിഷ്ണു പുരാണത്തിലൊക്കെ പറയുന്ന പോലെ ഹിമാലയത്തിന് താഴെയും ഹിന്ദു മഹാസമുദ്രത്തിന് മേലെയുമായി നിൽക്കുന്ന ഈ പ്രദേശം പ്രകൃതിയാൽ തന്നെ സംരക്ഷണ കവചം ഒരുക്കിയിട്ടുള്ള സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഈ ദിവ്യദേശം, ആ ദേശത്തിനൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ജനിക്കുന്നതൊരു ഭാഗ്യമാണ്. അവിടെ വളരെ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയോഗമുള്ള ആളുകളാണ് അവിടുത്തെ പൗരന്മാരായി ജനിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ദേശത്തോട് വലിയൊരു ബാധ്യതയുണ്ട്. അവരുടെ നിയതിയുടെ ഭാഗമാണ് അവിടുത്തെ പിറവി പോലും എന്നുള്ളതാണ് ഈ സീക്രട്ട് ജോഗ്രഫി എന്ന് പറയുന്ന സങ്കല്പം. അടിസ്ഥാനപരമായിട്ട് ആ ദേശത്തോടുള്ള കൂറ്, ആ ദേശത്തോടുള്ള ഭക്തിയാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന സംഗതിയുടെ പ്രൈമറി എലമെൻ്റ്, ആദ്യത്തെ എലമെൻറ്റ്. അതിൽ രണ്ടാമത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന വ്യത്യസ്ത ദർശനങ്ങളെല്ലാം എടുത്താലും ഇതിലെല്ലാം കോമൺലി കാണുന്ന 2-3 ട്രെയ്റ്റുകളുണ്ട്. അതിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഡിവിനിറ്റി ഇൻ ഹ്യൂമൻ, ഓരോ മനുഷ്യനിലുള്ള ദിവ്യത്വത്തിൻ്റെ സങ്കല്പമുണ്ട്. ഈ ബിലീഫ് ഇൻ നാച്ചുറൽ ഓർഡർ, ഒരു പ്രകൃതിയുടെ ഒരു സ്വാഭാവിക താളം. ഈ ശരിക്ക് ഈ ധർമ്മമാവട്ടെ കർമ്മമാവട്ടെ ഈ 2 ശബ്ദങ്ങളും ഉടലെടുക്കുന്നത് ഋത്ത് എന്ന് പറയുന്നൊരു ധാതുവിൽ നിന്നാണ്. ഋത എന്നാണ് സംസ്കൃതത്തിൽ പറയുക. ഒരു പക്ഷേ ഇംഗ്ലീഷിലുള്ള ഋതം എന്ന് പറയുന്ന ശബ്ദം പോലും ഈ ഋത എന്ന് പറയുന്ന ധാതു എന്നാണ് ഉണ്ടാവുന്നത്. ഋതു എന്ന് പറയുന്ന സീസൺസിനെ നമ്മൾ സൂചിപ്പിക്കുന്ന ഋതുക്കൾ, ഇതെല്ലാം ഈ ഋത്ത് എന്ന് പറയുന്ന ധാതു എന്നാണ് ഉണ്ടാവുന്നത്. ഈ ഋത്ത് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഓർഡർ എന്നാണ്. ഈ കോസ്മിക്, ഈ പ്രകൃതിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള താളലയം, അതിൻ്റെ ഒരു കോസ്മിക് ഓർഡർ, ആ ഓർഡറിനെ നിലനിർത്താനുള്ള മനുഷ്യൻ്റെ ബാധ്യതയെ പറ്റിയിട്ടാണ് നമ്മുടെ വേദിക് ലിറ്ററേച്ചർ മുതൽ തുടർച്ചയായിട്ട് സംസാരിച്ചു വരുന്നത്. ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ സവിശേഷാധികാരമുള്ള ഒരു ജന്തുവല്ല. നേരത്തെ പറഞ്ഞ പോലെ ഓരോ മനുഷ്യർക്കും തന്നെക്കാൾ മെച്ചപ്പെട്ട ഒരു സ്പിരിച്വലായിട്ടുള്ള പ്ലെയിനിലേക്ക് ഉയരാനുള്ള ശേഷിയുണ്ട്. ഇതൊരു പരിണാമാധിഷ്ഠിതമായിട്ടുള്ള സങ്കല്പമാണ്. നമ്മൾ മൃഗത്വത്തിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് വന്നതുപോലെ പിന്നീട് നരനിൽ നിന്ന് നാരായണനിലേക്കുള്ള പരിണാമത്തിൻ്റെ സാധ്യത എവിടെയുണ്ട്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് മേലെ സവിശേഷാധികാരം നമുക്കില്ല എന്നുള്ള മറ്റു ചില മതഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പോലെ ഈ ഭൂമിയിലെ മുഴുവൻ ജീവജാലങ്ങളും നിനക്ക് അടക്കി ഭരിക്കാനും നിനക്ക് സുഖിക്കാനും നിൻ്റെ ആനന്ദത്തിനു വേണ്ടി ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് ദൈവത്തിൻ്റെ പ്രതിച്ഛായയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, ബാക്കിയെല്ലാം അവനവൻ്റെ ആനന്ദത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്നുള്ള കാഴ്ചപ്പാട് നമുക്കില്ല. ഇവിടെ ഒരു സ്വാഭാവിക താളമുണ്ട്, സ്വാഭാവികമായിട്ടുള്ള ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ നിലനിർത്താൻ മനുഷ്യർക്ക് ബാധ്യതയുണ്ട്. ആ ഓർഡറിനെ നിലനിർത്താനുള്ള സ്പിരിച്വൽ ആൻഡ് മോറലായിട്ടുള്ള ഇൻജങ്ഷൻസിനെയാണ്, ധാർമ്മികമായിട്ടുള്ള കൽപ്പനകളെയാണ് നമ്മൾ ധർമ്മം എന്ന് വിളിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള പദ്ധതിയാണ്, അതിൻ്റെ അനുഷ്ഠാനപരമായിട്ടുള്ള പദ്ധതിയാണ്, അതിൻ്റെ അനുവർത്തന രീതിയാണ് നമ്മൾ കർമ്മം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വശമാണെങ്കിൽ കർമ്മം എന്ന് പറയുന്നത് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള വശമാണ്.
രണ്ടും ഉണ്ടാവുന്നതാവട്ടെ ഋത്ത് എന്ന് പറയുന്ന ഈ നാച്ചുറൽ ഓർഡർ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കർമ്മം ധർമ്മം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ട് കർമ്മബന്ധം, മോക്ഷം, റീഇൻകാർണേഷൻ അല്ലേ, രണ്ടാമത് ജനിക്കുക തുടങ്ങിയിട്ടുള്ള ചില സങ്കല്പങ്ങൾ ഈ പറയുന്ന എല്ലാ ഹിന്ദു ഫോൾഡുകളും എല്ലാ ഹിന്ദു സമ്പ്രദായങ്ങളും കോമൺലി അനുവർത്തിച്ചു വരുന്നതാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് മറ്റ് ധർമ്മങ്ങളിൽ നിന്നെല്ലാം ഹിന്ദു ധർമ്മത്തെ മാറ്റി നിർത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൾച്ചർ ഓഫ് സിന്തസിസാണ്. അതിൻ്റെ സ്വീകരണാത്മകത എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ്. ഇതിനെപ്പറ്റി പറയുന്നത് ഒരു കാര്യത്തെപ്പറ്റി ഒരു രണ്ടഭിപ്രായമുണ്ടെങ്കിൽ ആ രണ്ടഭിപ്രായമുള്ള ഒരു ഹിന്ദുവാണ് എന്നുള്ള. ഇതിൽ സംവാദത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുന്നിടത്തോളം അതിൽ ഹൈന്ദവതയുണ്ട്. ഒരു സംവാദത്തിൻ്റെ സാധ്യത ഇല്ലാതെ ആവുന്നിടത്താണ് അവരെ നമ്മൾ അന്യനായിട്ട് പരിഗണിക്കുന്നത്. ഇതിനെപ്പറ്റി ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം ഞാൻ വായിച്ചത് ഇർഫാൻ ഹബീബ് എന്ന് പറയുന്നത് ഹിന്ദുത്വയെ വളരെ വിമർശനാത്മകമായിട്ട് സമീപിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു അലിഗർ ഹിസ്റ്റോറിയൻ ആണ്. അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ട് ബുദ്ധ ജൈന ധർമ്മങ്ങൾ വന്നപ്പോൾ അതിനെ അസിമുലേറ്റ് ചെയ്തിട്ടുള്ള ഹിന്ദു ധർമ്മം ഇസ്ലാം വന്നപ്പോൾ അതിനെ അസിമുലേറ്റ് ചെയ്തില്ല. എന്തുകൊണ്ട് ബൗദ്ധ ജൈന ധർമ്മങ്ങളോട് കാണിച്ചിട്ടുള്ള സഹിഷ്ണുതയുടെ സ്വീകരണത്തിൻ്റെ മാർഗം എന്തുകൊണ്ട് ഇസ്ലാമിനോടോ ക്രിസ്ത്യാനിറ്റിയോടോ കാണിച്ചിട്ടില്ല? അതിന് ഇർഫാൻ ഹബീബ് പറയുന്ന വളരെ കൗതുകരമായിട്ടുള്ളൊരു ഉത്തരം, എവിടെയൊക്കെ സംവാദത്തിൻ്റെ ഒരു സാധ്യതയുണ്ടോ അവിടെയെല്ലാം സ്വീകരണത്തിൻ്റെ പാതയാണ് ഹിന്ദുധർമ്മം പുലർത്തിയിട്ടുള്ളത്. ജൈന മതത്തോടും ബുദ്ധമതത്തോടും ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിൻ്റെ സ്കോപ്പ് ഉണ്ടായിരുന്നു. അവരോട് തർക്കിക്കാൻ, അവരോട് വാദിക്കാൻ, അവരുടെ പക്ഷം തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിൻ്റെ സ്കോപ്പ് ഉണ്ടായിരുന്നു. ജൈനമതം ഹിന്ദുധർമ്മത്തിൻ്റെ എല്ലാ ബേസിക് പ്രിൻസിപ്പിൾസിനെയും ബേസിക് ടെനൻസിനെയും മുഴുവൻ നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്തു. പക്ഷേ കായികമായിട്ട് ആക്രമിച്ചില്ല. അവിടെ സംവാദത്തിൻ്റെ ശൈലിയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെയെല്ലാം അതിനെ സ്വീകരിക്കുകയാണ് ചെയ്തത്. നേരെ തിരിച്ച് ഇസ്ലാമുമായിട്ടൊരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ സ്കോപ്പ് ഓഫ് എ ഡിസ്കഷൻ. അവിടെ ഇസ്ലാം ഒരാൾക്ക് രണ്ട് ഓപ്ഷൻ മാത്രമേ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുക, അല്ലെങ്കിൽ മരിക്കുക. അങ്ങനെ വന്ന സാഹചര്യത്തിൽ അതിനോട് കായികമായി പൊരുതുക എന്നുള്ളത് മാത്രമേ നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. സംവാദത്തിൻ്റെ അന്തരീക്ഷം ഉള്ളിടത്തെല്ലാം അവയെ അസിമുലേറ്റ് ചെയ്യാനും അവയെ ചേർത്തെടുക്കാനുമാണ് ഹിന്ദുധർമ്മം പരിശ്രമിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൾച്ചർ ഓഫ് ആക്സെപ്റ്റൻസ്, സ്വീകരണത്തിൻ്റെ ശൈലി, സിന്തസിസിനുള്ള അപ്രോപ്രിയേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ഇത് ധാരാളം ദർശനങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് സ്വന്തം ദർശനത്തെ കൂടുതൽ വിപുലീകരിച്ചിട്ടാണ് നമുക്ക് ഈ ഗ്രന്ഥാലയങ്ങളും ഗ്രന്ഥപുരകളും ഒക്കെ ഉണ്ടായത്. അല്ലാണ്ട് നമ്മൾ പറഞ്ഞത് മാത്രം ശരിയാണെന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്കൊരൊറ്റ ഗ്രന്ഥം ഉണ്ടാവുമായിരുന്നുള്ളൂ. അതിന് പുറത്തേക്കുള്ളതിനെ ഒന്നും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നില്ല. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, ദർ ഇസ് നോ ബിഗ്ഗർ ബ്ലാസ്ഫമി ദാൻ ക്ലെയിമിംഗ് ദാറ്റ് ഓൾ ദ വിസ്ഡം ഓഫ് ദ വേൾഡ് ക്യാൻ ബി കൺഫൈൻഡ് ഇൻ ടു എ സിംഗിൾ ടെക്സ്റ്റ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള പ്രപഞ്ചത്തെ പറ്റിയിട്ടുള്ള മുഴുവൻ ജ്ഞാനത്തെയും ഒരു ഗ്രന്ഥത്തിനുള്ളിലേക്ക് ചുരുക്കാമെന്ന് പറയുന്നതിൽ വലിയ ദൈവനിന്ദയില്ല. അത്ര നിസ്സാരമാണോ ഈ ലോകം? അത്ര ചെറുതാണോ ഈ പ്രപഞ്ചം? ഇത് ഒറ്റ പുസ്തകം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മുഴുവൻ പറയാൻ കഴിയുമെങ്കിൽ എത്ര ശുഷ്കമാണ് നിങ്ങളുടെ വിജ്ഞാനം എന്ന് വിവേകാനന്ദ സ്വാമികൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാത്തിനെയും സ്വീകരിച്ചിട്ടാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ വ്യാപ്തി ഇത്രമേലെ വർദ്ധിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്ര പദ്ധതിയാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു രാഷ്ട്രമല്ല. ഇറ്റ് ഈസ് നോട്ട് എ നേഷൻ ഫൗണ്ടഡ് അപ്പോൺ ഹിന്ദു റിലീജിയൻ. പിന്നെയോ ഇറ്റ് ഈസ് എ നേഷൻ ദാറ്റ് ഈസ് ഫൗണ്ടഡ് അപ്പോൺ ഹിന്ദു വാല്യൂസ്. ഹിന്ദു മൂല്യങ്ങൾക്ക് മേലെ ഹിന്ദു സംസ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു രാഷ്ട്ര പദ്ധതിയാണ്. ആ രാഷ്ട്രം ഒരു മതേതര രാഷ്ട്രമായിരിക്കുമോ? തീർച്ചയായിട്ടും മതേതര രാഷ്ട്രമായിരിക്കും. നിങ്ങളുടെ മതം എന്ന് പറയുന്നത് മറ്റുള്ള മതങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്നിടത്തോളം, ഞങ്ങളുടെ മതത്തിൻ്റെ വിശ്വാസം ബാക്കി മതത്തിൽ ആരും ജീവിക്കാൻ പാടില്ല എന്നാണെങ്കിൽ അതിനൊരു മതേതര രാഷ്ട്രത്തിനുള്ളിൽ നിലനിൽപ്പില്ല. പക്ഷെ ഒരു ഇൻ്റലക്ച്വൽ ഡിസ്കോഴ്സിൻ്റെ സംവാദത്തിൻ്റെ അന്തരീക്ഷം അവിടെ ഉണ്ടെങ്കിൽ ആ എല്ലാ ധാരകൾക്കും ഒന്നിച്ച് നിൽക്കാൻ കഴിയും. കാരണം ഹിന്ദുത്വയ്ക്ക് ഒരിക്കലും ഒരു മതരാഷ്ട്രവാദമായി മാറാൻ സാധിക്കില്ല. നമ്മളൊരു മതരാഷ്ട്രമാണെങ്കിൽ നമ്മൾ ഏത് മതത്തിൻ്റെ തത്വമാണ് നമ്മൾ സ്റ്റേറ്റിൻ്റെ റിലീജിയനാക്കി വെക്കുക? ഇവിടെ ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്, ശാക്തേയരുണ്ട്, ഗാണപത്യരുണ്ട്, സൗരരുണ്ട്, കൗമാരരുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഷഡ്ദർശനങ്ങൾ ഈ ധർമ്മത്തിനുള്ളിൽ തന്നെയുണ്ട്. ഇവിടെ വൈദികമായിട്ടുള്ള സമ്പ്രദായമുണ്ട്, താന്ത്രികമായിട്ടുള്ള സമ്പ്രദായമുണ്ട്, ഇവിടെ ക്ഷേത്രാരാധനാ പദ്ധതിയുണ്ട്, യാഗയജ്ഞങ്ങളുടെ വൈദിക സംസ്കൃതി വേറെയുണ്ട്. ഇതിലേത് സംസ്കൃതിയാണ് നമ്മൾ സ്റ്റേറ്റ് റിലീജിയനായിട്ട് വെക്കുക? ഇവിടെ ഒരാൾ മതം പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള മതപരമായിട്ടുള്ള ഏജൻസി നമ്മൾ ആരെയാണ് ചുമതലപ്പെടുത്തുക? കാരണം ഈ ധർമ്മത്തിൻ്റെ മൗലിക സ്വഭാവം തന്നെ എത്രയും വ്യത്യസ്തമായിട്ടുള്ള ദർശനം
ദർശനങ്ങളെ ഒന്നിച്ചു നിർത്തുന്നതായതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ മതങ്ങളെ കൂടി കൂടുതൽ എടുക്കാനും ഈ ധർമ്മത്തിന് യാതൊരു പ്രയാസവും വരില്ല. പണ്ടാരോ പറഞ്ഞ പോലെ 330 കോടി ദേവതകളുള്ള ധർമ്മത്തിന് 330 കോടി രണ്ടായി കഴിഞ്ഞാൽ എന്താ കുഴപ്പം? 330 കോടി രണ്ടായി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത്രയേറെ ആൾക്കാരെ നിർത്തിയിട്ട് ഈ ധർമ്മത്തിലേക്ക് ഒന്നോ രണ്ടോ ദൈവങ്ങളെ കൂടി ചേർക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹൈന്ദവ മൂല്യാധിഷ്ഠാനത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രത്തെയാണ് നമ്മൾ ഈ പറയുന്ന ഹിന്ദു രാഷ്ട്രം എന്ന് വിളിക്കുന്നത്. അതൊരു മതപരമായിട്ടുള്ള രാഷ്ട്രമല്ല. നേരെ തിരിച്ച് ഇസ്ലാമിസം വിഭാവനം ചെയ്യുന്നത് അങ്ങനെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ളൊരു രാഷ്ട്ര പദ്ധതിയല്ല. സമയം ആരെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടോ? ഞാനിങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു ശീലമുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹിന്ദുത്വം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ ഇസ്ലാമിസം എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തീർത്തും വിഭിന്നമായ വ്യത്യസ്തമായിട്ടുള്ളൊരു ദർശനമാണ്. അടിസ്ഥാനപരമായിട്ട് ഹിന്ദുത്വയുടെ സ്വഭാവം ഹിന്ദു കൾച്ചറൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ, ഹിന്ദു ആചരണങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും പ്രതിരോധമാണെങ്കിൽ, ഇസ്ലാമിസം എന്ന് പറയുന്നത് പ്രതിരോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രമല്ല, അതൊരു എക്സ്പാൻഷനിസ്റ്റ് ആയിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ്. കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുക എന്നുള്ളതാണ്. ഹിന്ദുധർമ്മത്തിന് അമേരിക്കയിലും യൂറോപ്പിലും പോയിട്ട് ഹിന്ദുധർമ്മം സ്ഥാപിക്കണം എന്നുള്ള താല്പര്യമൊന്നുമില്ല. ഈ രാഷ്ട്രം, ഹിന്ദു രാഷ്ട്രമായിരുന്ന ഈ രാഷ്ട്രത്തിൻ്റെ മൗലികമായിട്ടുള്ള സ്വഭാവത്തെ സംരക്ഷിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നേരെ തിരിച്ച് ഏതെങ്കിലും ഒരു പ്രത്യേക ജിയോളജിക്കൽ ഏരിയയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു റെസിസ്റ്റൻസിൻ്റെ ശക്തിയല്ല ഇസ്ലാമിസം എന്ന് പറയുന്നത്. അത് അടിസ്ഥാനപരമായി തന്നെ ഒരു എക്സ്പാൻഷനിസ്റ്റ് ഐഡിയയാണ്, ലോകവ്യാപനമാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. എന്താണ് ഇസ്ലാമിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇസ്ലാമിസം എന്ന് പറയുന്നത് 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലൊക്കെ പ്രയോഗത്തിൽ വന്നിട്ടുള്ളൊരു ശബ്ദമാണ്. യഥാർത്ഥത്തിൽ ഇറാനിലുണ്ടായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷൻ ഓഫ് ഇറാൻ, റഹത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുണ്ടായിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷന് ശേഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആധുനിക രാഷ്ട്രതന്ത്രജ്ഞന്മാർ, പൊളിറ്റിക്കൽ കമൻറ്റേറ്റേഴ്സ് എല്ലാം ഈ പറയുന്ന ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു ശബ്ദം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. ഇസ്ലാമിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വെരി സ്ട്രോങ് ബിലീഫ് ദാറ്റ് ഇസ്ലാം ഷുഡ് ഇൻഫ്ലുവൻസ് ദ പൊളിറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓൾസോ എന്നുള്ളതാണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വിശ്വാസപരമായിട്ടുള്ളൊരു തലത്തിൽ മാത്രം നിൽക്കേണ്ടതല്ല, പിന്നെയോ അത് രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രഘടനയെ തന്നെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയായിട്ട് നിൽക്കണം എന്നുള്ളതാണ്. അതായത് ഇസ്ലാമിക ആദർശങ്ങൾക്ക് അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു രാഷ്ട്ര പദ്ധതിയാണ് ഇസ്ലാമിസം വിഭാവനം ചെയ്യുന്നത്. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിൻ്റെ സ്വഭാവം അത് കേവലം വ്യക്തിയുടെ വിശ്വാസപരമായിട്ടുള്ള തലങ്ങളിൽ നിൽക്കുന്നതല്ല, ഇത് വളരെ ഹോളിസ്റ്റിക്കാണ് റിലീജിയൻ എന്ന് പറയുന്നത്. അത് ഒരു ഇസ്ലാം മത വിശ്വാസിയുടെ സാംസ്കാരികവും സാമൂഹികവും വ്യക്തിപരവുമായ കാര്യങ്ങളിൽ വരെ ഇടപെടുന്നുണ്ട്. അതല്ലാണ്ട് ഒരു സെക്യുലർ ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എവറി ആസ്പെക്ട് ഓഫ് ഹിസ് ലൈഫ് ഈസ് ഗവേൺഡ് ബൈ റിലീജിയൻ. അയാളുടെ ജീവിതത്തിൽ ബാത്റൂമിലേക്ക് കയറുമ്പോൾ ആദ്യം എടുത്ത് വെക്കേണ്ട കാല് ഏതാണ് എന്നതിൽ തുടങ്ങി ബെഡ്റൂമിൽ കിടക്കുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട പോസ്റ്റർ ഏതാണ് എന്നത് വരെ നിർദ്ദേശിക്കുന്നുണ്ട് ആ മതം. അവിടെ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഫ്രീ വിൽ എന്ന് പറയുന്ന സംഗതി ഒരു കാര്യത്തിൻ്റെ മുകളിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ആദർശങ്ങൾ കേവലം വ്യക്തികളുടെയോ സമാജത്തിൻ്റെയോ ജീവിതത്തെ അല്ല, രാഷ്ട്രത്തിൻ്റെ ഘടനയെ തന്നെ നിയന്ത്രിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഇസ്ലാമികാദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെടുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങൾ വേണമെന്നുള്ള വാദമാണ് ഇസ്ലാമിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 പ്രധാന സ്വഭാവങ്ങളാണ് ഇസ്ലാമിസത്തിനുള്ളത്. അതിൽ ഏറ്റവും ആദ്യത്തേത് പാൻ ഇസ്ലാമിസമാണ്. അത് നമ്മൾ ഹിന്ദുത്വം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നാഷണലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയ ആണെങ്കിൽ, ഈ ഇസ്ലാമിസം എന്ന് പറയുന്നത് നാഷണലിസത്തെ അംഗീകരിക്കുന്നില്ല, ദേശീയത എന്ന് പറയുന്ന സങ്കല്പത്തെ അംഗീകരിക്കുന്നില്ല. ദേശാധിവർത്തിയായിട്ടുള്ള സാർവദേശീയമായിട്ടുള്ള ഉമ്മ എന്ന് പറയുന്ന സങ്കല്പമാണ്. മലയാളത്തിൽ ഉമ്മയല്ല, ഉമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളിലുണ്ടോ അവരെല്ലാം ഒരു രാഷ്ട്രമാണ് എന്നുള്ള. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ദേശീയതയുടെ അതിർവരമ്പുകൾ സാധ്യമല്ല. ഇന്ത്യയിലിരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിലിരിക്കുന്ന മുസ്ലിമും ബംഗ്ലാദേശിലിരിക്കുന്ന മുസ്ലിമും സൗദി അറേബ്യയിലിരിക്കുന്ന മുസ്ലിമും അവരാൽ പരസ്പരം ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം അവരെല്ലാം ഒരു കോമൺ കോഡ് ഓഫ് ഇസ്ലാം എന്നതായ പരസ്പരം ബന്ധിതരായി നിൽക്കുകയാണ്. അപ്പോൾ ഒരു സാർവദേശീയത, ലോകം മുഴുവനുള്ള മുസ്ലിങ്ങളുടെ ഐക്യം, അവരെല്ലാവരും ഒരു ഖലീഫയ്ക്ക് കീഴിൽ, അല്ലേ? അല്ലാണ്ട് ഓരോ രാഷ്ട്രമല്ലല്ലോ, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലും ഇല്ല, ഖാലിഫേറ്റാണ് അവർ പറയുന്നത്. ഒരു പൊതുവായിട്ടുള്ള ഭരണാധികാരിക്ക് കീഴിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ ഒരു സംഘാടനം എന്നുള്ളതാണ് പാൻ ഇസ്ലാമിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തത് അതിൻ്റെ ബ്ലോക്കുകൾ എന്ന് പറയുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റുകളാണ്, തിയോക്രാറ്റിക് സ്റ്റേറ്റുകളാണ്. ദാറ്റ് വിച്ച് ഇസ് ഗവേൺഡ് ബൈ ഷരിയ ലോ.
അതാണ് അതിൻ്റെ ഏറ്റവും മൗലികമായിട്ടുള്ള മറ്റൊരു പ്രമാണം. എന്താണ്? ശരിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടുന്ന രാഷ്ട്ര പദ്ധതിയായിരിക്കണം. ആ രാഷ്ട്രങ്ങളിൽ അനുവർത്തിക്കുന്ന നിയമങ്ങൾ എന്ന് പറയുന്നത് സെക്യുലർ നിയമങ്ങളാവാൻ പാടില്ല. സെക്യുലർ നിയമങ്ങൾക്ക് പ്രശ്നമുണ്ട്. എന്താണ്? സെക്യുലർ നിയമങ്ങൾ മനുഷ്യരുണ്ടാക്കിയിട്ടുള്ളതാണ്. ഭരണഘടന അംഗീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രശ്നം എന്താ? ഭരണഘടനയ്ക്ക് ദൗർബല്യമുണ്ട്. ഭരണഘടന മനുഷ്യരുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈശ്വരൻ ഉണ്ടാക്കിയിട്ടുള്ള നിയമത്തിന് താഴെ മാത്രമാണ് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദൈവനിർമ്മിതമായിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ശരിയാണ്. ഖുറാൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള നിയമമാണ്. ഖുറാൻ എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് ആണെന്നാണ് ഇസ്ലാമിലെ വിശ്വാസം. അത് ഏതെങ്കിലും വ്യക്തിയുടെ നിർമ്മിതിയല്ല. പ്രവാചകൻ മുഹമ്മദിന് അത് ജബ്രീൽ മാലാഖ വഴി ആയത്തുകളായിട്ട് പകർന്നു കൊടുക്കപ്പെടുകയായിരുന്നു. അത് മുഹമ്മദിൻ്റെ സൃഷ്ടിയല്ല, മുഹമ്മദ് നിരക്ഷരനായിരുന്നു എന്നാണ് ഇസ്ലാമിലെ വിശ്വാസം. അപ്പോൾ സാക്ഷാൽ ദൈവനിർമ്മിതമായിട്ടുള്ള തത്വങ്ങളാണ് ഖുറാനിലുള്ള ഓരോ വാക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ഗോഡ് മെയ്ഡ് ആയിട്ടുള്ള ദൈവനിർമ്മിതമായിട്ടുള്ള നിയമമാണ്. അപ്പോൾ ശരിയായ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവഹരിക്കപ്പെടുന്ന രാഷ്ട്രങ്ങളാണ്. ഈ 3 തത്വങ്ങളാണ്. ഒന്ന് പാൻ ഇസ്ലാമിക് ഐഡിയോളജി, 2 ഇസ്ലാമിക് സ്റ്റേറ്റ്ഹുഡ്, 3 ശരിയ ഡോമിനേഷൻ. എല്ലാവരും ശരിയ നിയമത്തിന് കീഴിൽ വിധേയരായിരിക്കണം എന്ന് പറയുന്ന 3 അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളാണ് ഇസ്ലാമിസം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിനുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹിന്ദുത്വമായിട്ട് താരതമ്യം സാധിക്കാത്ത അത്രയും മതാത്മകമാണത്. മതത്തിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളൊരു നിലനിൽപ്പ് ഇസ്ലാമിസം എന്ന് പറയുന്ന ആദർശത്തിനില്ല. ഇത് യഥാർത്ഥത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ തന്നെ തുടക്കത്തിൽ കൊളോണിയൽ വെസ്റ്റേണൈസേഷൻ പരിശ്രമങ്ങളോടുള്ള പ്രതികരണമായിട്ടാണ്. യഥാർത്ഥത്തിൽ 2ാം ലോക മഹായുദ്ധത്തിൽ തുർക്കിയിലെ ഖലീഫ സ്ഥാനഭ്രഷ്ടനായതിനെതിരെയായിട്ടാണ് ഇസ്ലാമിസ്റ്റ് മൂവ്മെൻറ്റുകൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. നമ്മുടെ റാഷിദ് റിസീനെ പോലെയുള്ള മറ്റേ സിറിയൻ ഒരു മതപണ്ഡിതൻ ഉണ്ടായിരുന്നു, റാഷിദ് റാസയൊക്കെയാണ് ഈ പറയുന്ന സലഫിസ്റ്റ് സ്കൂളിൻ്റെ 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ശക്തരായിട്ടുള്ള പ്രചാരകന്മാരാവുന്നത്. റാഷിദ് റാസയ്ക്ക് ശേഷം പിന്നീട് 1960-കളാകുമ്പോഴേക്കും ഹസൻ അൽ ബന്നയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡ്, ഈജിപ്തിൽ ഇസ്ലാമിക് ബ്രദർഹുഡ് ഉണ്ടാവുന്നുണ്ട്. സയ്യിദ് കുത്തൂബിനെ പോലെയുള്ള നേതാക്കന്മാർ അതിലുണ്ടാവുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ മൗലാന മൗദൂദിയുടെ നേതൃത്വത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഉണ്ടാവുന്നുണ്ട്. 1979-80 ആകുമ്പോഴേക്കും ഈ അയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റവല്യൂഷൻ ഓഫ് ഇറാൻ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ഈ 1920-കൾക്ക് ശേഷം ഒരു വെസ്റ്റിൻ്റെ ഗ്ലോബൽ ഡോമിനേഷനെതിരായിട്ട് ഇത് ഇസ്ലാമിനെ കറപ്റ്റ് ചെയ്യുന്നു. ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെ അത് ഇറോഡ് ചെയ്യുകയാണ്. പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ പോലും ഈ വെസ്റ്റേൺ മോറൽസിൽ വല്ലാതെ ആകൃഷ്ടരായിട്ട് അവർ അത്തരത്തിലുള്ള ജീവിതശൈലി പിന്തുടരുന്നുണ്ട്. അതുകൊണ്ട് ബേസിക് ടെനൻസ് ഓഫ് ഇസ്ലാം അവിടെ കറപ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ടാണ് ഇസ്ലാമിനെ അതിൻ്റെ പ്യൂരിറ്റൻ ഫോമിലേക്ക് മടക്കി കൊണ്ടുവരാനുള്ള ശ്രമമായിട്ടാണ് യഥാർത്ഥത്തിൽ സലഫി മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. സലഫി മൂവ്മെൻറ്റ് പോലും യഥാർത്ഥത്തിൽ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള വഹാബി മൂവ്മെൻറ്റിൻ്റെ ഒരു ആഫ്റ്റർ ഷൂട്ടാണ്. യഥാർത്ഥത്തിൽ മുഹമ്മദ് ഇബ്ന് അബ്ദുള്ള വഹാബ് എന്ന് പറയുന്ന സൗദി അറേബ്യയിലുള്ളൊരു പണ്ഡിതനാണ് ഈ വഹാബി മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. വഹാബി മൂവ്മെൻറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു സങ്കല്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ എന്തായിരുന്നോ പഴയ സമ്പ്രദായം, പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നോ ഇസ്ലാമിക ജനസമൂഹം ജീവിച്ചിരുന്നത് അതേ മട്ടിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതാണ്. സലഫികൾ പറയുന്നത് ഇതന്നെയാണ്. ഈ സലഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്യുവർ എന്നാണ്. അപ്പോൾ സലഫികൾ പറയുന്നത് ആദ്യത്തെ 3 ജനറേഷൻ ഓഫ് ഇസ്ലാം ഉണ്ടല്ലോ, അവരായിരുന്നു പ്യുവർ ബിലീവേഴ്സ്, അവരായിരുന്നു പരിശുദ്ധരായിട്ടുള്ള ഫോളോവേഴ്സ് ആയിരുന്ന ആളുകൾ. ആദ്യത്തെ ഒരു ജനറേഷൻ ഉണ്ട്, മുഹമ്മദ് നബിയും സഹാബാസ് എന്ന് പറയുന്ന മുഹമ്മദ് നബിയുടെ ജനറേഷനാണ് ഫസ്റ്റ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷൻ തബിയൻ എന്നോ അങ്ങനെ എന്തോ പേര് പറയും. 3ാമത്തെ ജനറേഷൻ തൈബിൾ തബിയൻ എന്ന് പറയും. ഈ 3 ജനറേഷൻസിനെയാണ് ദ ജനറേഷൻ ഓഫ് ദ പ്യുവർ, ഏറ്റവും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ഏറ്റവും പരിശുദ്ധരായി ജീവിച്ചിരുന്ന സമൂഹം. പിന്നീട് എല്ലാവരും കുറേയൊക്കെ വിട്ടുവീഴ്ചകളും കുറേയൊക്കെ ഇളവുകളും കുറേയൊക്കെ നിലപാട് കുറവുകളും ഒക്കെ വരുത്തിയിട്ടുണ്ട്. അതൊന്നും ശരിയല്ല. അതുകൊണ്ട് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഇസ്ലാം അനുവർത്തിച്ചിരുന്നത് ആ സലഫിൻ്റെ കാലഘട്ടത്തിലേക്ക് മടങ്ങിപ്പോകണം എന്നുള്ളതാണ് സലഫി മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാദം. ഇപ്പോൾ റാഷിദ് റാസയെ പോലെയുള്ള ആളുകൾ ആ വാദം ഉന്നയിച്ചിട്ടുള്ള ആളുകളാണ്. ഇതെങ്ങനെ ചെയ്യണം, ഇതാണ് ഇസ്ലാമിസത്തിൻ്റെ ഏറ്റവും പ്രമാണമായിട്ടുള്ള കാര്യം. അത് ഏറ്റവും ശക്തമായിട്ട് മതവിദ്യാഭ്യാസത്തിലൂടെ ഇസ്ലാമിൻ്റെ പ്യൂരിറ്റൻ ഫോം തന്നെ ആളുകളിലേക്ക് എത്തിക്കുകയും ഗ്രാസ് റൂട്ട് ലെവൽ മിലിറ്റൻസിയിലൂടെ തന്നെ
വേണമെങ്കിൽ ആമഡായിട്ടുള്ള റെബല്യനിലൂടെ തന്നെ സ്റ്റേറ്റുകളെ അട്ടിമറിച്ചുകൊണ്ട് അവരേക്ക് ഇസ്ലാമിന് കീഴിലേക്ക് കൊണ്ടുവരികയും ഇവിടെയെല്ലാം സമ്പൂർണ്ണമായി ശരിയായ നിയമം തന്നെ പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ പറയുന്ന മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ളൊരു ലക്ഷ്യം. ഇവിടെ ഇസ്ലാമിക് സ്റ്റേറ്റുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇസ്ലാമിക് സ്റ്റേറ്റുകളിൽ മറ്റ് മതവിശ്വാസങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. അവിടെ ഇസ്ലാം എന്ന് പറയുന്നൊരു മതമല്ലാതെ മറ്റ് മതങ്ങൾക്കൊന്നും നിലനിൽക്കാൻ സാധിക്കില്ല. ഇസ്ലാമിനുള്ളിലെ തന്നെ അവാന്തര വിഭാഗങ്ങൾക്കും നിലനിൽക്കാൻ സാധിക്കില്ല. ഇസ്ലാമിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിൽ ഏത് സ്കൂളിന് പ്രാമുഖ്യമുള്ള ഇസ്ലാമിസ്റ്റ് ഭരണമാണോ അവിടെ വരുന്നത്, ആ ഭരണകൂടത്തിനോട് യോജിക്കുന്ന ആളുകൾക്ക് മാത്രം നിലനിൽക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഇറാനിൽ ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റ് ഉണ്ടായി. ഇറാനിലുണ്ടായിട്ടുള്ള ഇസ്ലാമിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഷിയ ഇസ്ലാമിസ്റ്റുകളാണ്. അവിടെ നിങ്ങൾക്ക് സുന്നി ഇസ്ലാമിൻ്റെ പാഠങ്ങൾ അവിടെ ചെന്ന് പ്രചരിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ വിദ്യാസാഗർ വന്നു, ഇനി ഞാൻ വല്ലാണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഹിന്ദുത്വവും ഇസ്ലാമും തമ്മിലുള്ള രണ്ടിൻ്റെയും ഒരു വിശദീകരണം എന്താണ്, ഇസ്ലാമിസം എന്താണ്, ഹിന്ദുത്വം എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവ തമ്മിലുള്ള വ്യത്യാസവും കൂടി വളരെ ചുരുക്കത്തിൽ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. 5 പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് ഇന്നത്തെ ഒരു അവതരണത്തിന് വേണ്ടി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത്. അതിൽ ആദ്യത്തേത്, ഒന്ന് സാംസ്കാരിക ദേശീയതയാണെങ്കിൽ മറ്റേത് മതരാഷ്ട്രവാദമാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിന്ദുത്വം ഒരു നിലയ്ക്കും ഒരു മതരാഷ്ട്രവാദമല്ല. ഒരു മതത്തിൻ്റെ സങ്കല്പങ്ങളെ ഒരു രാഷ്ട്രത്തിൻ്റെ നിയമമാക്കി മാറ്റുക എന്ന് പറയുന്ന സങ്കല്പമല്ല. അതൊരു സാംസ്കാരിക ദേശീയതയാണ്, കൾച്ചറൽ നാഷണലിസമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നതെങ്കിൽ ഇസ്ലാമിസം എന്ന് പറയുന്ന ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു മതാടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു മതപരമായിട്ടുള്ള രാജ്യം, ആ രാജ്യത്തിന് ഒരു ഹോളി ടെക്സ്റ്റ് ഉണ്ടാവും. ആ ടെക്സ്റ്റ് മാത്രമേ ആ മതത്തിന് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. ആ രാജ്യത്തിന് ഒരു മത നിയമം ഉണ്ടാവും, അത് ശരിയായിരിക്കും. ആ ശരിയാന്ന് പറയുന്ന നിയമം മാത്രമേ ആ രാജ്യത്ത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുള്ളൂ. ആ രാജ്യത്ത് ആ മതപരമായിട്ടുള്ള ആജ്ഞകളെ പാലിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു റിലീജിയസ് അതോറിറ്റി ഉണ്ടാവും, ഒരു മതപരമായിട്ടുള്ള ഭരണ സംവിധാനം ഉണ്ടാവും. നിങ്ങൾ ആ മതത്തിൻ്റെ സങ്കല്പങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കാനും, നിങ്ങൾ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് വേല പ്രത്യേകമായിട്ടുള്ള നികുതികൾ ഉൾപ്പെടെ ചുമത്താനും ഒക്കെയുള്ള സംവിധാനം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഹിന്ദുത്വം എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റിക് ഐഡിയോളജി, ദേശീയതയാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമേയം. ഇന്ത്യ എന്ന് പറയുന്ന ദേശത്തെ, ഭാരതം എന്ന് പറയുന്ന ഭൂമിയെ, അതിനെ മാതൃഭൂമിയായും പിതൃഭൂമിയായും ദിവ്യഭൂമിയായും പുണ്യഭൂമിയായും ഒക്കെ കാണുക എന്ന് പറയുന്നതാണ് ഹിന്ദുത്വയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻ. ഞാൻ ഹിന്ദുത്വയുടെ 5 ഫൗണ്ടേഷൻസ് പറഞ്ഞതിൽ ഏറ്റവും ആദ്യത്തെ തന്നെ സേക്രഡ് ജോഗ്രഫി എന്ന് പറയുന്ന സങ്കല്പമാണ്. ഇത് കേവലം ഒരു കഷ്ണം ഭൂമി മാത്രമല്ല, ഇതൊരു ദിവ്യദേശമാണ്. ഇത് സാക്ഷാൽ ഈശ്വരൻ്റെ തന്നെ പ്രതിരൂപമാണ് ഈ ദേശം എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് ആ ദേശത്തോടുള്ള നിർവ്യാജമായിട്ടുള്ള പ്രഖ്യാപിതമായിട്ടുള്ള കൂറ്, ആ ദേശത്തോടുള്ള ഭക്തി, ആ ദേശത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണം, അതാണ് ഹിന്ദുത്വം ആവശ്യപ്പെടുന്നതെങ്കിൽ ഇസ്ലാമിസം എന്ന് പറയുന്നത് ദേശീയതയെ എതിർക്കുന്ന, ദേശീയതയെ അംഗീകരിക്കാത്ത പാൻ ഇസ്ലാമിസം മുന്നോട്ട് വയ്ക്കുന്ന, സാർവദേശീയതയെ, ദേശാധിപത്യമായിട്ടുള്ള ഇസ്ലാമിൻ്റെ വിശ്വവ്യാപനത്തെ ലക്ഷ്യം വയ്ക്കുന്ന ഒരാശയഗതിയാണ്. അത് ദേശീയതയെ വളരെ ശക്തമായിട്ട് എതിർക്കുന്നത് പോലും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇസ്ലാമിസ്റ്റ് നേതാക്കന്മാരാണെങ്കിൽ എല്ലാവരും, ഹസൻ അൽ ബന്നെ പോലെയുള്ള ആളുകളാണെങ്കിലും റാഷിദ് റസ്വീനെ പോലെയുള്ള ആളുകളാണെങ്കിലും എല്ലാം നാഷണലിസം എന്ന് പറയുന്നത് ഒരു കറപ്ഷനാണ്, അത് എതിർക്കപ്പെടേണ്ട ഒരു തിന്മയാണ് എന്ന് വളരെ ശക്തമായി വാദിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഹിന്ദുത്വം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പ്രതിരോധമാണ്, അതൊരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റാണ്. ഇവിടേക്ക് ഈ രാജ്യത്തെ ജനങ്ങൾ അവരുടെ മൗലികമായിട്ടുള്ള ജീവിത രീതികളെയും അവരുടെ തനതായിട്ടുള്ള സംസ്കൃതിയെയും അവരുടെ തദ്ദേശീയമായിട്ടുള്ള ജീവിത പദ്ധതിയെയും വൈദേശികാധിനിവേശങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പ്രതിരോധ മുന്നേറ്റമാണ്. അതിന് മറ്റ് ദേശങ്ങളിലേക്ക് കടന്നു കയറിക്കൊണ്ട് തങ്ങളുടെ ആധിപത്യം അവിടെയെല്ലാം സ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമില്ല. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ ജീവിത ശൈലികളും സമ്പ്രദായങ്ങളും സംസ്കാരവും സംരക്ഷിക്കപ്പെടണമെന്ന് പറയുന്ന പ്രതിരോധത്തിൻ്റെ ഭാവമേ ഉള്ളൂ. അതേസമയത്ത് ഇസ്ലാമിസം എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റൻസ് മൂവ്മെൻ്റ് അല്ല, നേരെ തിരിച്ച് അതൊരു എക്സ്പാൻഷനിസ്റ്റ് മൂവ്മെൻ്റാണ്. അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനും ഏറ്റവും ഒടുവിൽ ലോകത്തെ തന്നെ തങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരാനും ആഗ്രഹിക്കുന്ന ഒരു വ്യാപന പദ്ധതിയാണ്, ഒരു എക്സ്പാൻഷനിസ്റ്റ് മൂവ്മെൻ്റാണ്. നാലാമത്തത്, ഹിന്ദുത്വം എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് ഐഡിയോളജിയാണ്.
അതൊരു ജനാധിപത്യപരമായിട്ടുള്ള ഒരു ആശയഗതിയാണ്. ഇസ്ലാമിസം എന്ന് പറയുന്നത് അതൊരു ഡെമോക്രാറ്റിക് ആശയമല്ല, അത് 100% ഇസ്ലാമിക് ആശയമാണ്. കാലിഫേറ്റിനെയാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ഖലീഫയ്ക്ക് കീഴിൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥ. ഇപ്പോൾ ഓട്ടോമാൻ ഖലീഫേറ്റ്, ഓട്ടോമാനിലെ ഖലീഫയുടെ പ്രാധാന്യം എന്താണ്? ഓട്ടോമാനിലെ ഖലീഫയെ തുർക്കിയിലെ ജനങ്ങളെല്ലാവരും വോട്ടിനെടുത്ത് ജയിപ്പിച്ചായിരുന്നില്ല. പ്രവാചകൻ മുഹമ്മദിൻ്റെ നേരിട്ടിട്ടുള്ള പിന്തുടർച്ചയിലൂടെ വന്നിട്ടുള്ള കണ്ണിയാണ് എന്നുള്ളതായിരുന്നു. നമ്മൾ ഇസ്ലാമിലുള്ള ആദ്യത്തെ 4 ഖലീഫമാരെ നോക്കിക്കഴിഞ്ഞാലും ഇവരെല്ലാവരും പ്രവാചകൻ മുഹമ്മദുമായിട്ട് ഏതെങ്കിലും നിലയിൽ ബന്ധപ്പെട്ട് നിന്നവരായിരുന്നു എന്നുള്ളതാണ്. മുഹമ്മദ് നബിയുടെ മരുമകൻ, അമ്മായി, അച്ഛൻ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് വരുന്നത്. ഇതിൽ യഥാർത്ഥത്തിൽ ഖലീഫയാവേണ്ട അലിക്ക് ഖലീഫയാവാൻ സാധിച്ചില്ല എന്നതുകൊണ്ടാണ് ഇത് 2 സ്ട്രീമായിട്ട് പിരിയുന്നത്. സുന്നി എന്നും ഷിയ എന്നുള്ള 2 സ്ട്രീമുകൾ ഉണ്ടാകുന്നത്. അലിയെ പിന്തുണയ്ക്കുന്നവരാണ് ഷിയ ആയി മാറിയത്. ആദ്യത്തെ പ്രവാചകനായിട്ടുള്ള അബൂനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് സുന്നികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഖലീഫയ്ക്ക് കീഴിൽ ഭരിക്കപ്പെടുന്ന വ്യവസ്ഥയാണ്. നേരെ തിരിച്ച് ഹിന്ദുധർമ്മം എവിടെയെങ്കിലും സായുധമായിട്ടുള്ള കലാപത്തിലൂടെ ഈ പറയുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന ഐഡിയോളജി അധികാരത്തിൽ വരാൻ ശ്രമിച്ചിട്ടില്ല. ഡെമോക്രാറ്റിക് പ്രോസസ്സിലൂടെയാണ്. നമ്മുടെ രാജ്യത്ത് 3 വട്ടം ഹിന്ദുത്വ ഭരണകൂടങ്ങൾ ഭരിച്ചിട്ടുണ്ട്. 1999 മുതൽ 2004 വരെ ഹിന്ദുത്വ ഭരണകൂടങ്ങൾ ഭരിച്ചിട്ടുണ്ട്. അതിനുശേഷം 2014 മുതൽ നമ്മൾ ഈ സംസാരിക്കുന്ന 2025 വരെ ഹിന്ദുത്വ ഭരണകൂടമാണ് ഭരിക്കുന്നത്. തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അധികാരത്തിൽ കയറുകയും വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ജനങ്ങൾ വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, തോൽപ്പിച്ചു കഴിഞ്ഞാൽ വിനയപൂർവ്വം അധികാരത്തിൽ നിന്ന് മാറിക്കൊടുക്കുകയും അടുത്ത ആളുകൾക്ക് ഭരിക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഹിന്ദുത്വത്തിൻ്റെ മെത്തഡോളജി. എന്നാൽ ലോകത്ത് എവിടെയെങ്കിലും ഇസ്ലാമിസ്റ്റ് ശക്തികൾ തെരഞ്ഞെടുപ്പിലൂടെ വോട്ടെടുപ്പിലൂടെ അധികാരത്തിൽ വന്നിട്ടില്ല. അധികാരത്തിൽ വന്നിടത്ത് എവിടെയും അവർ ജനങ്ങൾ ഞങ്ങൾക്ക് എതിരാണെന്ന് പറഞ്ഞുകൊണ്ട് മാറിക്കൊടുത്തിട്ടുമില്ല. അവിടെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണഘടനയെ അസാധുവാക്കിക്കൊണ്ട് ഇസ്ലാമിക രാഷ്ട്ര പദ്ധതി പ്രഖ്യാപിക്കുന്ന ഒരു സായുധമായിട്ടുള്ള കായിക ബലം കൊണ്ട് നിലനിൽക്കുന്ന പ്രത്യയശാസ്ത്രമാണിത്. ഇത് ജനാധിപത്യപരമാണ്. ഏറ്റവും അവസാനത്തതും ഏറ്റവും പ്രധാനമായതുമായിട്ടുള്ള വ്യത്യാസം, ഹിന്ദുത്വം എന്ന് പറയുന്നൊരു പ്ലൂറലായിട്ടുള്ള ദർശനമാണ്. ഇതൊരു പ്ലൂറലിസ്റ്റിക് ആയിട്ടുള്ള ദർശനമാണ്. വ്യത്യസ്ത പന്ഥുകളെയും സമ്പ്രദായങ്ങളെയും ദർശനങ്ങളെയും എല്ലാം ഒന്നിച്ചണിനിർത്താൻ കഴിയുന്ന, വിരുദ്ധാഭിപ്രായങ്ങൾക്ക് പോലും കോഎക്സിസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, ബദ്ധശത്രുക്കൾക്ക് പോലും വേണമെങ്കിൽ നേരിട്ട് സംവദിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഹിന്ദുത്വയ്ക്കുള്ളിലുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചുറ്റുപാട് നോക്കുക. പക്ഷേ സംവാദത്തിൻ്റെ ഒരു അന്തരീക്ഷം അത് സാധ്യമാക്കുന്നുണ്ട്. നേരെ തിരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇസ്ലാമിസം എന്ന് പറയുന്ന സങ്കല്പത്തിൽ സംവാദത്തിന് ഒരു സ്കോപ്പും ഇല്ല. അത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ മാത്രമേ തരുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ മരിക്കുക എന്ന് പറയുന്ന 2 ഓപ്ഷൻ മാത്രമേ തരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ ഘടന കൊണ്ടാവട്ടെ, പ്രത്യയശാസ്ത്രം കൊണ്ടാവട്ടെ, പരിണാമം കൊണ്ടാവട്ടെ, ചരിത്രം കൊണ്ടാവട്ടെ, അനുഭവം കൊണ്ടാവട്ടെ, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള 2 ദർശനങ്ങളെ സമീകരിച്ചുകൊണ്ട് രണ്ടും ഒരുപോലെയാണ്, രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്, ഇത് രണ്ടും ഒരുപോലെ എതിർക്കപ്പെടേണ്ടതാണെന്നൊക്കെ പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നെതിർക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അതിന് സമീകരണത്തിന് വേണ്ടി ഹിന്ദുത്വയെ കൂട്ടുപിടിക്കുന്നവരും, ഇസ്ലാമിനെ തള്ളിപ്പറയാൻ നിവൃത്തിയില്ലാതെ വരുന്ന ഘട്ടത്തിൽ അത് പറയുന്നത് കൊണ്ടുള്ള മറ്റുള്ളവരുടെ മനോവിഷമം ഒഴിവാക്കാൻ വേണ്ടി ഇപ്പുറത്തും കൂടി ഒന്ന് പറഞ്ഞ് തൂക്കം ഒപ്പിക്കുന്നവരും മാത്രമാണ്. അതല്ലാതെ ഇവ രണ്ടും തമ്മിൽ യാതൊരു സമീകരണത്തിനും ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ വല്ലാതെ മുഷിപ്പിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.